ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രാർത്ഥനയ ലോകത്തെ സ്പർശിക്കുക. ഈ പരിത്യാഗ പ്രാർത്ഥന ശുശ്രൂഷയുടെ 26-ാം ദിനത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം എല്ലാവരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രത്യേകമായി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് പരദൂഷകരും അപവാദികളുമായ ആത്മാക്കൾക്ക് വേണ്ടിയാണ്. നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന മുഴുവൻ ഇത്തരത്തിൽ പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന ഈ വലിയ പൈശാചിക പീഡയിൽ നിന്ന് നാം എല്ലാവരും വിടുതൽ പ്രാപിക്കുവാൻ ചങ്കുപൊട്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. സ്വർഗത്തിൻ്റെ കണ്ണുനീരിന്, സ്വർഗത്തിൻ്റെ തേങ്ങലിന് മറുപടി നൽകുവാൻ ഈ തലമുറയിൽ ദൈവം ഉണർത്തിയവരാണ് നാം ഓരോരുത്തരും. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ കാറ്റായി നമ്മുടെ ജീവിതങ്ങളിൽ ആഞ്ഞു വീശുവാനായി നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, ദേശങ്ങളിൽ, നാം ആയിരിക്കുന്ന രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, സഭാ സമൂഹങ്ങളിൽ എല്ലാം ദൈവത്തിൻ്റെ തീയായി പരിശുദ്ധാത്മാവ് കത്തട്ടെ. ദൈവത്തിൻ്റെ കാറ്റായി ജനലക്ഷങ്ങളിൽ ആത്മാവ് വീശിയടിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത് കൃപയുടെ സമയമാണ് പ്രിയപ്പെട്ടവരെ. എല്ലാം മറന്ന് ഹൃദയം തുറന്ന് നമുക്ക് ഒരുമിച്ച് ആത്മാവിനെ വിളിക്കാം. ജോയേൽ പ്രവചനം 2-ാം അധ്യായം 28-ാം വചനത്തിൽ ഒരു വലിയ പ്രൊഫസി നമുക്ക് അവിടെ കാണാൻ പറ്റും. കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. അവസാന നാളുകളിൽ ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങൾ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങൾ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും. ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവചനമാണ്. കർത്താവ് തന്റെ സഭയ്ക്ക് നൽകുന്ന വളരെ അനുഗ്രഹീതമായ വാഗ്ദാനമാണ്. എല്ലാവരുടെ മേൽ ഞാൻ പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി വർഷിക്കും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആത്മാവിന്റെ ശക്തി ഉണ്ടാകട്ടെ. നമ്മുടെ തലമുറകളിൽ പരിശുദ്ധാത്മ അഭിഷേകം നിറയട്ടെ. നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ ദേശങ്ങളിൽ, നാം ആയിരിക്കുന്ന രാജ്യങ്ങളിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. ലോക രാജ്യങ്ങൾ ആത്മാവിനാൽ നിറയട്ടെ. ഭൂഖണ്ഡങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. ആത്മാവിന്റെ ശക്തി നിറഞ്ഞൊഴുകട്ടെ. ആത്മാവിന്റെ കൃപകൾ വെളിപ്പെടട്ടെ. എല്ലാം മറന്ന് ഹൃദയം തുറന്ന് ഒരേ സ്വരത്തിൽ ഒരു കുടുംബമായി കരങ്ങൾ ഉയർത്തി നമ്മൾ ഒരുമിച്ച് 7 പ്രാവശ്യം ഉച്ചത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ. ഇന്നത്തെ പ്രാർത്ഥന നിയോഗത്തിലേക്ക് വരണമേ. 1000 ഉണർത്തണമേ. 10000 ഉത്തേജിപ്പിക്കണമേ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം മറന്ന് വിളിച്ചു പ്രാർത്ഥിക്കുക. ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ആത്മശക്തി നിറയട്ടെ. ആത്മാവിന്റെ തീ കത്തട്ടെ. പൈശാചിക ശക്തികള്, നാരകീയ പോരുകള്, അന്ധകാര പോരാട്ടങ്ങള്, തിന്മയുടെ ആധിപത്യങ്ങള് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ സാന്നിധ്യത്താൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം സ്നേഹത്തോടെ വിളിച്ചേ. പരിശുദ്ധാത്മാവേ, തീ 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 കത്തട്ടെ. തീ പടരട്ടെ. ആത്മാവിന്റെ തീ, ദൈവത്തിന്റെ തീ എല്ലാ ജനതകളിലും കത്തി കത്തി പടരട്ടെ. ഫയർ, ഫയർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, തീ നൽകണമേ. സ്നേഹത്തിന്റെ തീ, പ്രാർത്ഥനയുടെ തീ, പരിത്യാഗത്തിന്റെ തീ, അഭിഷേക തീ കർത്താവേ പകരണമേ, പകരണമേ, പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരിക്കുന്നിടത്ത് എല്ലാവരും കരങ്ങളടിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ. തന്നിടും എന്നെ പൂർണ്ണമായി ഇന്ന് നാഥാ നിൻ സന്നിധിയിൽ. ആഗ്രഹിച്ചെന്ന് പാടിക്കേ. പണ്ടത്തെ പോലെ കം കം ഹോളി സ്പിരിറ്റ്.
ആ സ്നേഹത്തിന്റെ കൃപയുടെ കൂട്ടായ്മ നൽകണമേ. പ്രാർത്ഥനയുടെ ചൈതന്യം നൽകണമേ. ആദിമ സഭയിൽ വെളിപ്പെട്ടതുപോലെ പെന്തക്കുസ്ത നാളിൽ ശക്തമായി വീശി ആത്മാവിൻ കാറ്റയക്കൂ. പണ്ടത്തെ പോലെ ഐക്യവും സ്നേഹവും ഞങ്ങളിൽ വന്നിടും. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഉണർവോടെ പാടിക്കേ. ആത്മാവെ സ്നേഹം തരണമേ, കൂട്ടായ്മ തരണമേ, ഐക്യം നൽകണമേ, പ്രാർത്ഥന നൽകണമേ, തീഷ്ണത നൽകണമേ. ആമേൻ, ആമേൻ. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ. തന്നിടും എന്നെ പൂർണ്ണമായി ഇന്ന് നാഥാ നീ ഒന്ന് ആഗ്രഹിച്ച് മനസ്സ് തുറന്നങ്ങ് പാടിക്കേ. നമ്മളായിരിക്കുന്നിടത്ത് എല്ലാം മറന്ന് പാടി പാടി പ്രാർത്ഥിക്കുന്നു. ആത്മാവേ വരണമേ, ആയിരങ്ങളെ പതിനായിരങ്ങളെ അഭിഷേകം ചെയ്യണമേ. അനോയിന്റ്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലവനല്ലോ, സ്തുതി എന്നും അവനെ. യേശുവേ, യേശുവേ, മാനസാന്തരത്തിന്റെ കൃപ ലോകം മുഴുവനിലേക്ക് പകരണമേ. ലോകം മുഴുവനിലേക്കും അനുതാപത്തിന്റെ കൃപ, പ്രാർത്ഥനയുടെ കൃപ, പരിത്യാഗത്തിന്റെ കൃപ, സകല ശക്തിയുടെ കൃപ ജനലക്ഷങ്ങളിലേക്ക്, ജനകോടികളിലേക്ക് കർത്താവേ പകരണമേ. കർത്താവേ പകരണമേ. റിലീസ്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ. ആമേൻ, 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 ആമേൻ. കർത്താവേ, ആമേൻ. കർത്താവേ, ഇരു കരങ്ങളും ഉയർത്തി എല്ലാം മറന്ന് പരിശുദ്ധാത്മ ശക്തിക്കായി, പരിശുദ്ധാത്മ സാന്നിധ്യത്തിനായി, പരിശുദ്ധാത്മ അഭിഷേകത്തിനായി നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, സ്നേഹത്തോടെ വിളിച്ച് ഈശോയെ കൃപ ഒഴുകട്ടെ, 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 ഒഴുകട്ടെ. പതിനായിരങ്ങളിലേക്ക്, ജനലക്ഷങ്ങളിലേക്ക് കൃപ വ്യാപരിക്കട്ടെ. കെട്ടുകളെ പൊട്ടിക്കുന്ന, നുഖങ്ങൾ ഒടിക്കുന്ന, ഹൃദയ കാഠിന്യത്തെ മാറ്റുന്ന പരദൂഷണത്തിന്റെയും ഏഷണിയുടെയും ദുഷിപ്പിന്റെയും അപവാദത്തിന്റെയും പൈശാചിക പീഡകളെ തകർക്കുന്ന പരിശുദ്ധാത്മ ശക്തി ഇടിമിന്നൽ പോലെ ജനതകളിൽ വ്യാപരിക്കട്ടെ. റിലീസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, റൂഹായേ, റൂഹായേ, ദൈവത്തിന്റെ കാറ്റേ, ദൈവത്തിന്റെ തീയേ, കത്തുക, കത്തുക, കത്തിപ്പടരുക. ആമേൻ, ആമേൻ. കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. സൈന്യനീര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ. ആ ബോധ്യമുള്ള ഉച്ചത്തിൽ അങ്ങ് പറഞ്ഞത് കർത്താവ് കൂട്ടിനുണ്ട്. ഒരു അന്ധകാര ശക്തിയെയും ഒരു വിധത്തിലുള്ള സാത്താന്യ പോരാട്ടങ്ങളെയും നമ്മൾ ഭയപ്പെടേണ്ട. ആമേൻ, ആമേൻ. എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. ഈശോയെ, വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. യേശുവിനായി ഞാൻ പൊരുതും. ആത്മാക്കൾക്ക് വേണ്ടി യേശുവിനായി ഞാൻ പൊരുതും. അനേക മാനസാന്തരത്തിനു വേണ്ടി യേശുവിനായി ഞാൻ പൊരുതും. തിരുസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി യേശുവിനായി ഞാൻ പൊരുതും. സാത്താന്റെ അടിസ്ഥാനങ്ങളെ തകർക്കുവാനായി യേശുവിനായി ഞാൻ പൊരുതും. അനേക യുവജനങ്ങളിൽ വചനത്തിന്റെ തീ കത്തിക്കുവാൻ യേശുവിനായി ഞാൻ പൊരുതും. നമുക്ക് അമ്മ മാതാവിനെ പ്രത്യേകമായിട്ട് വിളിക്കാം. അമ്മ സഭയുടെ അമ്മയാണ്. ഇന്ന് അമ്മ തൻ്റെ മക്കളെ നോക്കി രക്തക്കണ്ണീരൊഴുക്കി നിലവിളിക്കുകയാണ്. അമ്മയുടെ വേദന നിത്യനാശത്തിലേക്ക് പോകുന്ന തൻ്റെ മക്കളെ ഓർത്താണ് അമ്മ മാതാവിനോട് ചേർന്നിരുന്ന് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും പ്രത്യേകമായി പരദൂഷകരും
അപവാദികളും ഏഷണിക്കാരും ദുഷിപ്പ് പറയുന്നവരുമായ എല്ലാ ആത്മാക്കളെയും നമ്മളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. നമ്മെല്ലാവരെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ച് ശക്തമായൊരു പരിശുദ്ധാത്മാ അഭിഷേകത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. സ്നേഹത്തോട് വിളിച്ചേ അമ്മേ, അമ്മ മാതാവേ, ആവേ മരിയ. സ്വർഗത്തിന്റെ സൈന്യാധിപയായ അമ്മ വരണമേ. ഞങ്ങളെല്ലാ ആത്മാവിൽ നിറയട്ടെ. ആമേൻ. സന്തോഷത്തോടെ എല്ലാവരും ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പ്രാർത്ഥനയാ ലോകത്തെ സ്പർശിക്കുക. ഈ ഒരു ശുശ്രൂഷ അവിചാരിതമായി സംഭവിച്ചതല്ല. ഇത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ്. അനേകം ആത്മാക്കളെ നിത്യജീവനായി നേടുവാൻ, പ്രാർത്ഥനയുടെ പരിത്യാഗത്തിൻ്റെ അരൂപിയിലേക്ക് നാം എല്ലാവരും കടന്നു വരുവാൻ സ്വർഗം നമുക്കായി ഒരുക്കി തന്ന കൃപയുടെ ശുശ്രൂഷയിലൂടെയാണ് നമ്മൾ ഈ ദിനങ്ങളിലൂടെ കടന്നു പോകുന്നത്. അതിൻ്റെ 26-ാം ദിനത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെല്ലാവരും കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ നിറഞ്ഞ സാന്നിധ്യത്തിനു വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദവും ആലോചനയും നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുവാനായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും ദൈവസന്നിധിയിലായിരിക്കാൻ ശ്രദ്ധിക്കണം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഫാത്തിമയിൽ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ ഇപ്രകാരം ലോകത്തോട് പറഞ്ഞു, മക്കളെ, നിങ്ങളൊരു നിർണായക യുദ്ധത്തിലാണ്, ഒരു അന്തിമ യുദ്ധത്തിലാണ് നിങ്ങൾ. തുറന്ന് അമ്മ ഇപ്രകാരമാണ് പറഞ്ഞത്, വെളിപാടിലെ കന്യകയും ചുവന്ന സർപ്പവും തമ്മിലുള്ള ഉഗ്രയുദ്ധം. ഇത് വളരെ ശക്തമായ യുദ്ധത്തിന്റെ നാളുകളാണ്. നമുക്കറിയാം, കാലം ആസന്നമായി ചുരുങ്ങിയ സമയം അവശേഷിക്കുന്നു അറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് മറ്റേത് നാളുകളേക്കാൾ ഉപരി ഈ കാലഘട്ടത്തിൽ അസംഖ്യം ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് നയിച്ച് നിത്യ നരകത്തിലെത്തിക്കുവാൻ തീവ്രതയോടെ പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാളുകൾ. ഈ നാളുകളിൽ ദൈവജനത്തെ സഹായിക്കുവാനായി ഈ അന്തിമ യുദ്ധത്തിൽ ദൈവജനത്തിന്റെ സ്വർഗത്തിന്റെ സൈന്യാധിപയായി ഈ യുദ്ധം നയിക്കുന്നത് പരിശുദ്ധ മറിയമാണ്, നമ്മുടെ അമ്മ മാതാവാണ്. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഈ നിർണായക യുദ്ധത്തിന്റെ പരിണിത ഫലങ്ങളാണ് ഇന്ന് സഭയിലും ലോകത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്യാഗമായി, വഴിവിട്ട ലൈംഗികമായ അതിപ്രസരങ്ങളായി, വിവിധങ്ങളായ ജഡീകതകളായി, മാനസാന്തരമില്ലാത്ത അനേകം മാരക പാപങ്ങൾ മൂലം നിത്യനാശത്തിലേക്ക് പോകുന്ന ഒരുപാട് ജീവിതങ്ങള്, വിശ്വാസ തകർച്ച, അഹങ്കാരവും ഗർവും, ഭ്രൂണഹത്യകള്, ദയാവധങ്ങൾ എന്ന് വേണ്ട ഇത്തരത്തിലുള്ള പൈശാചികമായ കൊടും തിന്മകള് ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നത് അവിചാരിതമായിട്ടല്ല. അതെല്ലാം ഈ നിർണായക യുദ്ധത്തിന്റെ പ്രതിഫലനങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ. അന്ത്യകാലഘട്ടത്തിന്റെ ഒരു പ്രധാന അടയാളമാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥന നിയോഗമായി എടുത്തിരിക്കുന്ന വിഷയം. പരദൂഷണവും അപവാദവും ഏഷണിയും ദുഷിപ്പും. ഇതിനെക്കുറിച്ച് കർത്താവിന്റെ വചനം എന്താ നമ്മോട് പറയുന്നത്? യൂദാസിലെ ലേഖനം 1-ാം അധ്യായം 17-18 വചനങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങൾ ഓർക്കുവീൻ. എന്താണ് അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിച്ച പ്രവചന വചനങ്ങള്? 18-ാം വചനത്തിൽ പറയാം, അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്,
തങ്ങളുടെ ദുഷ്ടമായ അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. ശ്രദ്ധിക്കണമേ എൻ്റെ സഹോദരി സഹോദരന്മാര്, ശ്രദ്ധിക്കുക. എന്താണ് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുന്ന ദൂത്? പരദൂഷകരായ അനേകം വ്യക്തികള് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. അപവാദവും ദുഷിപ്പും നിറഞ്ഞ അനേകം വ്യക്തികള് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. അപ്പൊ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, മറ്റേത് നാളുകളേക്കാൾ ഇന്ന് പരദൂഷണവും നിന്ദകളും ദുഷിപ്പുകളും അപവാദങ്ങളും ഇന്ന് ഒരുപാട് വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇത് അവിചാരിതങ്ങളല്ല, ഇത് കാലത്തിന്റെ അടയാളമാണ്. ഇതിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. വീണ്ടും പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 3-ാം വചനത്തിൽ എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? ആദ്യം തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകരെ, ദുഷിപ്പ് പറയുന്നവരെ, പരദൂഷകരെ, അപവാദം പറയുന്നവരെ, നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് കർത്താവിന്റെ പൗരോഹിത്യത്തെ, കർത്താവിന്റെ സന്യാസത്തെ, കർത്താവിന്റെ സഭയെ, കർത്താവിന്റെ ശുശ്രൂഷകരെ, കർത്താവ് തെരഞ്ഞെടുത്ത ആത്മാക്കളെ പരിഹസിച്ചുകൊണ്ട് ദുഷിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. ഹല്ലേലൂയാ. ഈ വചനങ്ങളിലൂടെ എന്താ ദൈവത്തിന്റെ അരൂപി നമ്മോട് പറയുന്നത്? നമ്മൾ ഇന്ന് കാണുന്ന കേൾക്കുന്ന നവമാധ്യമങ്ങളിലൂടെ ഇന്ന് എന്തൊക്കെയാ പിശാച് ഇന്ന് അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്? സഭയെ തകർക്കുവാൻ, സഭയെ തളർത്തുവാൻ, കർത്താവിന്റെ പൗരോഹിത്യത്തെ അവഹേളിക്കുവാൻ, കർത്താവിന്റെ സന്യാസത്തെ ശിഥിലീകരിക്കുവാൻ, കർത്താവ് തെരഞ്ഞെടുത്തവരെ, കർത്താവിന്റെ ശുശ്രൂഷകരെ അപഹസിക്കുവാൻ ഇന്ന് ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ, മറ്റ് ക്ലബ് ഹൗസിലൂടെ എന്ന് വേണ്ട നവമാധ്യമങ്ങളുടെ വിവിധങ്ങളായ പ്ലാറ്റ്ഫോമുകളിലൂടെ പിശാച് ഇന്ന് തന്ത്രപൂർവ്വം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഇതെന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? ഇത് അവിചാരിതങ്ങളല്ല, കാലമാസന്നമായി. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താൻ തന്നെയാണ്. ഹല്ലേലൂയാ. ഇതിനു വേണ്ടി ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം ദൈവമക്കളെ. ഉപദേശം കൊണ്ടും പ്രസംഗം കൊണ്ടും ഈ പൈശാചിക പിട വിട്ടൊഴിഞ്ഞു പോകില്ല. ഇവിടെ യഥാർത്ഥമായ മാനസാന്തരത്തിന് കൃപ ഒഴുകണമെങ്കിൽ, ഈ തിന്മയുടെ ശക്തികൾ തകർക്കപ്പെടണമെങ്കിൽ, ഈ പാപബന്ധനത്തിന് കെട്ടുകൾ പൊട്ടണമെങ്കിൽ, ആയിരങ്ങൾ പതിനായിരങ്ങൾ മുട്ടുമടക്കി കൈവിരിച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ പൈശാചിക പീഡകളിലേക്ക് ദൈവത്തിന്റെ തീയായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ഹല്ലേലൂയാ. അനേകം ഡെലിവറൻസുകൾ സംഭവിക്കും. എത്രയെത്ര അനുഭവങ്ങള് ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. പരദൂഷണവും അപവാദവും ഏഷണിയും അത് പൂർണ്ണമായും പിശാചിന്റെ പ്രവൃത്തിയാണ്. അതിൽ പരിശുദ്ധാത്മാവില്ല, അതിൽ കർത്താവിന്റെ സാന്നിധ്യമില്ല. പരദൂഷണം പിശാചിൽ നിന്നുള്ളതാണ്, അപവാദം പിശാചിൽ നിന്നുള്ളതാണ്. നിന്ദയും ദുഷിപ്പും അതൊരിക്കലും പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം വചനത്തിൽ കൃത്യമായി ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മ പറയുന്നുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാം, പ്രാർത്ഥനാപൂർവം നമുക്ക് ഒരുമിച്ച് ആ വചനം വായിക്കാം. സ്വർഗത്തിലൊരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരനെ, ശ്രദ്ധിക്കണമേ ആ വചനം, നമ്മുടെ സഹോദരനെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവരെ പഴിപറുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. പിശാചെന്നും സാത്താനെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം വലിച്ചെറിയപ്പെടുകയാണ്. എന്താണ് അവന്റെ പ്രവൃത്തി? ദൈവം തെരഞ്ഞെടുത്തവരെ, ദൈവം വിളിച്ചവരെ, ദൈവം അഭിഷേകം ചെയ്തവരെ പഴി പറയുക, നിരന്തരം പഴി പറയുക, അവരെ ദുഷിക്കുക, അവരെ അവഹേളിക്കുക, അവരെ നിന്ദിക്കുക, അവർക്കെതിരെ ഏഷണി പറയാ. അങ്ങനെ പറഞ്ഞിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അപ്പൊ ശ്രദ്ധിക്കണം, പരദൂഷണം പിശാചിന്റെ പ്രവൃത്തിയ,
അപവാദം പിശാചിന്റെ പ്രവൃത്തിയാ, നിന്ദകളും ദുഷിപ്പുകളും പിശാചിന്റെ പ്രവൃത്തിയാ. അതുകൊണ്ട് ദൈവമക്കളെ, ഇതിനു വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം. ഇതിന് പുറകിൽ പിശാച പ്രവർത്തിക്കുന്നത് എത്രയെത്രയോ ജീവിതങ്ങളെ, എത്രയെത്രയോ കുടുംബങ്ങളെ, എത്രയെത്ര നന്നായി കൃപയിൽ പോയിരുന്ന കർത്താവിന്റെ കൂട്ടായ്മകളെ, സമൂഹങ്ങളെ, അഭിഷിക്തന്മാരെ, സമർപ്പിതരെ, ശുശ്രൂഷകരെ, ഈ പരദൂഷകരായ ആത്മാക്കൾ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്, താറുമാറാക്കിയിട്ടുണ്ട്. എത്രയെത്ര അനുഭവങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ. വളരെ കഠിനമായ ന്യായവിധിയാണ്. അനുദപിക്കാതെ ഇത്തരത്തിലുള്ള ആത്മാക്കൾ മുന്നോട്ട് പോയാൽ അവരുടെ മേൽ സംഭവിക്കുന്നതെന്ന് ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക. ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വെളിപാടിന്റെ പുസ്തകം 12:16 എന്താ നമ്മൾ കാണുന്നത്? 12:15. വെളിപാട് 12:15 പറയാ, സ്ത്രീയെ ശ്രദ്ധിക്കണം, സ്ത്രീ ഒഴുക്കിക്കളയാൻ സർപ്പം തന്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളെ പിന്നാലെ പുറപ്പെടുവിച്ചു. സ്ത്രീ ഒഴുക്കിക്കളയുവാൻ ശ്രദ്ധിക്കണം ദൈവമക്കളെ. കർത്താവ് തെരഞ്ഞെടുത്തവരെ നശിപ്പിക്കാൻ, അവിടെ ശുശ്രൂഷകൾ ഇല്ലാതാക്കാൻ, കുടുംബങ്ങളെ ഒഴുക്കിക്കളയാൻ, ദൈവം തെരഞ്ഞെടുത്ത ജീവിതങ്ങളെ അവഹേളിക്കാൻ, അവരെ തകർത്ത് കളയാനായിട്ട് ഇതുപോലെ അപവാദത്തിന്റെ, പരദൂഷണത്തിന്റെ ഇല്ലായ്മകൾ പറഞ്ഞു വരുത്തി ഒരു പ്രളയം പോലെ പിശാച് തന്റെ വാ തുറന്ന് ഇന്ന് സഭയിലേക്കും കൂട്ടായ്മകളിലേക്കും ദേശങ്ങളിലേക്കും വ്യക്തികളിലേക്കെല്ലാം ഒരു പ്രളയം പോലെ ഈ പരദൂഷണത്തിന്റെയും അപവാദത്തിന്റെയും നദി ഒഴുക്കിക്കൊണ്ടിരിക്കുക. എന്തിന്? ഈ പ്രളയത്തിൽ നമ്മൾ മുങ്ങിപ്പോകാൻ. ഇന്ന് എത്രയെത്രയോ ജീവിതങ്ങളാ പരദൂഷണം മൂലം തകർന്നു പോയിരിക്കുന്നത്. സൽപ്പേര് നഷ്ടപ്പെട്ട്, സൽകീർത്തി നഷ്ടപ്പെട്ട്, ദൈവമേൽപ്പിച്ച ശുശ്രൂഷകളോട് മടുപ്പ് തോന്നി, മരവിപ്പ് തോന്നി, ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ്, ഇതാർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് മനസ്സ് മരവിച്ച് വിശ്വാസം വരെ നഷ്ടപ്പെട്ടു പോയ പല വ്യക്തികളെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. നന്നായി ജീവിച്ചിരുന്ന ദമ്പതിമാര് അവിടെ സ്നേഹത്തെ തകർത്ത്, അവിടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് സംശയത്തിന് വിത്തുകൾ പകർന്നു കൊടുത്ത്, അവിടെ വിശ്വസ്തതയെയും അവിടെ സ്നേഹത്തെയും അവിടെ ഒന്നിപ്പിനെയും ഇല്ലാതാക്കാൻ ഇതുപോലെയുള്ള പരദൂഷകരെ, ദുഷിപ്പുകാരെ കച്ചകെട്ടി ഇറങ്ങിയിട്ട് എത്ര കുടുംബങ്ങളെയാ താറുമാറാക്കി കളഞ്ഞത്. സ്വർഗം നിലവിളിക്കുക ദൈവമക്കളെ. ഇതൊക്കെ സ്വർഗത്തിന്റെ വേദന. ഈ പറയുന്നവർക്ക് അറിയാൻ പാടില്ല ഇതിലൂടെ വരുന്ന നാശവും തകർച്ചയും എന്തുമാത്രം വലുതാണെന്ന്. അവരങ്ങ് പറഞ്ഞു പോയി. അതിന്റെ ഇമ്പാക്ട് എത്രയെത്രയോ കുടുംബങ്ങളിലും വ്യക്തികളിലും നാശത്തിന്റെ ഒരു വലിയ തകർച്ചയായിട്ട് മാറിയ അനുഭവങ്ങൾ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വചനം ബൈബിളിൽ വെളിപാട് പുസ്തകത്തിലാണ്. വെളിപാടിന്റെ പുസ്തകം 16-ാം അധ്യായം അവിടെ 13-ാം വചനത്തിൽ എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? ആ വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എല്ലാവരും ഒരുമിച്ച് പറ്റുന്നവരെ വചനം വായിച്ച്. സർപ്പത്തിന്റെ വായിൽ നിന്നും, മൃഗത്തിന്റെ വായിൽ നിന്നും, കള്ളപ്രവാചകന്റെ വായിൽ നിന്നും പുറപ്പെട്ട തവളകൾ പോലെയുള്ള 3 അശുദ്ധാത്മാക്കളെ ഞാൻ കണ്ടു. എല്ലാവരും വചനം ശ്രദ്ധിച്ച്. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയാണ്, തവളകൾ പോലെയുള്ള 3 അശുദ്ധാത്മാക്കളെ ഞാൻ കണ്ടു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ വചനത്തിൽ വലിയൊരു മർമ്മം ഒളിഞ്ഞിരിപ്പുണ്ട്. തവളകളെ പോലെയുള്ള അശുദ്ധാത്മാക്കള്. എന്താ തവളയുടെ പ്രത്യേകത? കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന ജീവിയാണ് തവള എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും ആ സാഹചര്യത്തിന് അനുസരിച്ച് കളർ മാറുന്നവര്. അവിടെ പോയി അവിടെ, ഇവിടെ പോയി ഇവിടെ, ഇങ്ങനെ എവിടെയാണ് നിൽക്കുന്നത് അതിനനുസരിച്ച് കഥകൾ മെനഞ്ഞും, അതിനനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞും, അതിനനുസരിച്ച് അവിടെ കാര്യങ്ങൾ ക്രമീകരിച്ചും തൻ്റെ സ്വാർത്ഥപരമായ അഭിലാഷങ്ങൾക്ക് വേണ്ടി ആ സമൂഹത്തെ നശിപ്പിക്കുവാൻ, തകർക്കുവാൻ വേണ്ടി ഇങ്ങനെ ഡ്യൂപ്ലിസിറ്റി എന്ന് പറയും, കാപട്യത്തിന്റെ ആത്മാക്കള്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇവരിങ്ങനെ വാക്കു മാറിക്കൊണ്ടിരിക്കുക. തവളയുടെ മറ്റൊരു പ്രത്യേകത എന്താ? അത് ചെറിയ ചെറിയ പ്രാണികളെ, ഈച്ചകൾ, അതാണ് അതിന്റെ ഭക്ഷണം.
അത് പിടിക്കുന്നത് തൻ്റെ നാവ് കൊണ്ട്. ഈ നാവ് നീട്ടിയിട്ട് പെട്ടെന്ന് പിടിക്കുക, നാവ് നീട്ടിയിട്ട്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, പരദൂഷകന്റെ നാവ് പിശാചിന്റെ നാവ്, നരകത്തിന്റെ തീ. അപവാദിയുടെ നാവിൽ പിശാച് കൊളുത്തുകയാണ്. സങ്കടം കൊണ്ട് പറയാ പ്രിയപ്പെട്ടവരെ, എത്രയെത്രയോ ജീവിതങ്ങൾ നശിച്ചു പോയില്ലേ? എത്രയെത്രയോ കർത്താവിന്റെ കൂട്ടായ്മകൾ ഛിന്നഭിന്നമായി പോയില്ലേ? പ്രാർത്ഥിച്ചും വചനം വായിച്ചും പരസ്പരം സ്നേഹിച്ചും സുവിശേഷ വേല ചെയ്ത് കർത്താവിന്റെ സഭയെ ശക്തിപ്പെടുത്തിയ എത്രയോ മിനിസ്ട്രികള് ഇതുപോലെയുള്ള ദുരാത്മാക്കള് തകർത്ത് കളഞ്ഞു. നേതൃത്വത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് അപഖ്യാതികള്, അപവാദങ്ങള്, ഇല്ല കഥകള് പറഞ്ഞ് പരത്തി അനേകരെ വശീകരിച്ച് ആ കൂട്ടായ്മകളെ നാമവിശേഷമാക്കി കളഞ്ഞു. അതാ പരിശുദ്ധാത്മ പറയുന്നത്, ഇത് നിസ്സാര പാപമല്ല പ്രിയപ്പെട്ടവരെ, നിസ്സാര പാപമല്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വചനത്തിൽ പരിശുദ്ധാത്മാവ് സഭാമക്കളായ നമ്മോട് പറയാം. വചനം എല്ലാവരും ശ്രദ്ധിച്ച് അതിന്റെ അവസാന വാക്യം നിങ്ങൾ നോക്കിയാൽ മതി. എന്താ പറയുന്നത്? സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായി തീരും. ആ വചനം ശ്രദ്ധിച്ച എല്ലാവരും. ഇല്ലാ കഥകൾ അടിച്ചുവിട്ട് സ്വന്തം സഹോദരനെ, സഹോദരിയെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബമാകാം, ബന്ധുമിത്രങ്ങളാകാം, സ്നേഹിതരാകാം, ഉപകാരികളാകാം, ചങ്ക് തന്ന് സ്നേഹിച്ചവരാകാം, അവർക്കെതിരെയാ ഈ കളികൾ കളിക്കുന്നേ. വളർത്തിയവരാകാം, കൈപ്പിടിച്ച് സ്നേഹത്തോടെ വളർത്തി വലുതിയാക്കിയവരാകാം, അവർക്കെതിരെ തിരിഞ്ഞ് അവരെ കൊത്തുക, പാമ്പിനെ പോലെ കൊത്തുക. കർത്താവിന്റെ വചനം ശക്തമായ ഭാഷയിലാണ് പറയുന്നത്. നിന്റെ സഹോദരനെതിരെ, സഹോദരിക്കെതിരെ നീ അവനെ വിഡ്ഢി എന്ന് വിളിച്ചാൽ, അവനെതിരെ ഏഷണി പറഞ്ഞാൽ, ദുഷിപ്പ് പറഞ്ഞാൽ, നിത്യ നരകാഗ്നിക്ക് അവരർഹരായി തീരും. ഹല്ലേലൂയ. അപ്പോ കഠോരമായി വ്യഭിചാരമൊന്നും ചെയ്യണ്ട, ബാങ്ക് കവർച്ചയ്ക്ക് പോകണ്ട, നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്ത് കൊല്ലണ്ട. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഈ നാവുണ്ടല്ലോ, ഈ നാവ് പരദൂഷണത്തിനും ദുഷിപ്പിനും നീ വിട്ടുകൊടുത്താൽ, വേദപുസ്തകം ശക്തമായ ഭാഷയിൽ പറയാ, നിത്യ നരകാഗ്നിക്ക് ഞാനും നീയും അർഹരായി തീരും, അർഹരായി തീരും. ചങ്ക് പൊട്ടി കരമുയർത്തി 3 പ്രാവശ്യം ആയിരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് ഉച്ചത്തിരുന്ന് വിളിച്ച്, ഈശോയേ കരുണ ചൊരിയണമേ, കരുണ കാണിക്കണമേ, കരുണ, കരുണ, മാനസാന്തരത്തിന്റെ കൃപ ലോകം മുഴുവൻ ഒഴുകട്ടെ. പരദൂഷകരെ, അപവാദികളായ ആത്മാക്കളിലേക്ക് കർത്താവേ കരുണ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ സമയം ഇനി പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണം. കർത്താവിന് വേണ്ടി അസംഖ്യം ആത്മാക്കളെ നേടുവാൻ വിളി ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. പിശാചിനെ പിടിയിൽ അമർന്ന് നിത്യനാശത്തിലേക്ക് പോകുന്ന ഓരാത്മാവിനെയും നിത്യതയ്ക്കായി നേടുവാനുള്ള നിയോഗം ലഭിച്ചവരാണ് ഞാനും നീയും. ജീസസ്, ജീസസ് പറയുമ്പോൾ എന്റെ മേൽ ശക്തമായ ഒരു അഭിഷേകം വ്യാപരിക്കുക. അഭിഷേകർ ഏറ്റെടുത്ത് 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 പ്രാപിച്ചോ, പ്രാപിച്ചോ. ഗ്ലോറിയ, 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 ഗ്ലോറിയ. കർത്താവേ കരുണ, കരുണ, കരുണ ചൊരിയണമേ. റിലീസ്. അമ്മ മാതാവേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. കർത്താവ് ഇപ്പോൾ ഒരു പ്രവചനം തരിക. സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം. നിസാര നിസാര കാര്യങ്ങൾ പറഞ്ഞ്, ചുമ്മാ കുറെ തമാശകളും പറഞ്ഞ്, ഈ ലോകത്തിന്റെ വളിപ്പുകൾ പറഞ്ഞ്, ലോകത്തിന് നശ്വരമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി നിന്റെ ജീവിതം പാഴാക്കി കളയരുത്. ഇന്നലെ ഷാർലോച്ചൻ ഒരു പ്രവാചക ശബ്ദത്തോടെ പറഞ്ഞു, കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപിൽ ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം വേദനിക്കേണ്ടി വരുന്നത് കർത്താവ് തന്ന സമയത്തെ വളരെ ലാഘവമായി കണ്ട് അത് നശ്വരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചല്ലോ എന്നോർത്തുള്ള അഗാധമായ ദുഃഖമായിരിക്കും നിന്റെ അകത്ത് നിന്ന് ഉയരുന്നത്. സമയം നമ്മുടേതല്ല, സമയം ദൈവത്തിൻ്റെതാ. ദൈവമാണ് സമയം തരുന്നത്. പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ, എന്തിനു വേണ്ടി? പ്രാർത്ഥിക്കുവാൻ, പരിത്യാഗമെടുക്കാൻ,
സഹനങ്ങളെ കൃപകളായി സ്വീകരിക്കുവാൻ, ഈ ലോകത്തിന് വേണ്ടി നിലവിളിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ ഒരു ബലിയായി കർത്താവിനെ സമർപ്പിച്ചാൽ, ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, അതിനേക്കാൾ ഭാഗ്യപ്പെട്ട അമൂല്യമായ ഒരു ജീവിതം ഈ ലോക ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും ലഭിക്കാനില്ല. ആമേൻ, ആമേൻ, ആമേൻ. വിശുദ്ധ കൊച്ചുത്രേസ്യ ഇതിനോട് ബന്ധപ്പെട്ട് പറയുന്നൊരു വാക്കുണ്ട്, സമയത്തെക്കുറിച്ച്. എല്ലാവരും ആ സ്ക്രീനിലോട്ട് നോക്കി ഒരുമിച്ച് വായിക്കണം. എന്താണ് കൊച്ചുത്രേസ്യ പറയുന്നത്? ഈശോയെ സ്നേഹിക്കുവാൻ നമുക്ക് ലോകത്തിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം വളരെ തുച്ഛമാണ്, മറക്കരുത്. ബൈബിൾ പറയുന്നത് 70 ഏറിയാൽ 80, 70 വർഷം ഏറിയാൽ 80 വർഷം. നിത്യമായി തുലനം ചെയ്യുമ്പോൾ അത് സെക്കൻഡുകൾ പോലും ഇല്ല പ്രിയപ്പെട്ടവരെ, സെക്കൻഡുകൾ പോലും ഇല്ല. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയാ, ഈശോയെ സ്നേഹിക്കുവാൻ ഈ ലോകത്തിൽ നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം വളരെ തുച്ഛമാണ്. പിശാചിനെ അത് നല്ലവണ്ണം അറിയാം. അതിനാൽ ഫലശൂന്യമായ പ്രവർത്തനങ്ങളിലൂടെ ജീവിതം പാഴാക്കി കളയുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടോ, കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ പിശാച് ഉപയോഗിക്കുകയാണ്. നൈമിഷികമായ കാര്യങ്ങൾ, ചില ഭോഗേച്ഛകൾക്ക് വേണ്ടി, ശരീരത്തിന് സുഖത്തിന് വേണ്ടി, നശ്വരമായ നേട്ടങ്ങൾക്ക് വേണ്ടി, പണത്തിന് വേണ്ടി, പ്രതാപത്തിന് വേണ്ടി, ലോകത്തിന് കൈയടിക്ക് വേണ്ടി, ലോകത്തിന് അംഗീകാരത്തിന് വേണ്ടി ദൈവം തന്ന ഈ ജീവിതത്തെ, സമയത്തെ വിനിയോഗിക്കാതെ ഈ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വലിയ നഷ്ടമാണ് നമുക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈശോയെ സ്നേഹിക്കാൻ ലഭിച്ചിരിക്കുന്ന ഈ തുച്ഛമായ സമയം, അതിന്റെ മാക്സിമം ലെവലിൽ കർത്താവിനെ സ്നേഹിക്കുക. ഹല്ലേലൂയ. ആത്മാക്കളെ നേടുക, നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുക, പിശാചിന്റെ അടിസ്ഥാനങ്ങളെ പൊട്ടിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലെ ഉപകരണങ്ങളായി മാറുക. കരമുയർത്തി 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ച്, പരിശുദ്ധാത്മാവെ വിളിച്ചേ, പോരാ പോരാ ശക്തിയോടെ വിളിച്ചേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ വാക്കുകള് ദൈവാത്മാവിന്റെ ഉള്ളിൽ പ്രചോദിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ കർത്താവിന്റെ സത്യവചനമാണ്. എന്താ യേശു പഠിപ്പിച്ചത്? മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു. എന്താ കർത്താവ് പറഞ്ഞത്? ആ വചനം പെട്ടെന്ന് ശ്രദ്ധിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും അവസാന വിധി ദിവസത്തിൽ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. ശ്രദ്ധിക്കണം വചനം. ഞാനും നിങ്ങളും പറയുന്ന ഏഷണി വാക്കുകൾക്ക്, ഞാനും നിങ്ങളും പറയുന്ന പരദൂഷണ വാക്കുകൾക്ക്, ഞാനും നിങ്ങളും പറയുന്ന ദുഷിപ്പിന്റെ വാക്കുകൾക്ക്, അപവാദത്തിന്റെ വാക്കുകൾക്ക് കർത്താവ് പറയാ, വിധി ദിനത്തിൽ ഓരോരുത്തരും കണക്ക് കൊടുക്കേണ്ടി വരും. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, എൻ്റെ സഹോദര സഹോദരി, കർത്താവിൻ്റെ ഈ നിർമ്മലമായ വചനത്തിൽ ഞാനും നീയും വിശ്വസിക്കുന്നുണ്ടോ? ഞാനും നീയും വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വിറയിലോടെ നമുക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. എന്തോരം വാക്കുകളാ പറഞ്ഞിരിക്കണ, വ്യർത്ഥമായ വാക്കുകള്, ദുഷിപ്പിന്റെ വാക്കുകള്, പരദൂഷണത്തിന്റെ വാക്കുകള്, ഏഷണിയുടെ വാക്കുകള്, മറ്റൊരു വ്യക്തിക്ക് ഒരു ഉപകാരം കിട്ടാതെ, ഒരു നന്മയും കിട്ടാത്ത വിധത്തിലുള്ള അപവാദത്തിന്റെ വാക്കുകളൊക്കെ എത്രയെത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ദൈവമക്കളെ. വിധി ദിവസം എന്ന് പറയുന്നത് തമാശ കഥയല്ല ദൈവമക്കളെ. ഈ ലോകത്തിൽ എന്റെയും നിങ്ങളുടെയും ജീവിതം ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ ഒരു ദിവസം ഞാനും നിങ്ങളും നമ്മുടെ കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടവരാണെന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. ഇതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എന്താ സഭയെ പഠിപ്പിക്കുന്നത്? ഞാൻ ആ വചനം വായിച്ച് അത്ഭുതപ്പെട്ടു പോയി. ദൈവമേ, അപ്പോസ്തലനായ പൗലോസിന്റെ സ്ഥിതി ഇതാണെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താകും? എന്താ പൗലോസ് പറഞ്ഞത്? കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ തിരുലിഖിതം
അപ്പൊ അതിനൊരുമിച്ച് വായിച്ച്, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ശ്രദ്ധിക്കണമേ, നിത്യത ഒരു കെട്ടുകഥയല്ല, നിത്യത ഒരു തമാശ കളിയല്ല, നിത്യത മനുഷ്യൻ കണ്ടുപിടിച്ച സൂത്രമല്ല, അത് ആരുടെയും ഭാവന സൃഷ്ടിയല്ല, അത് സഭയുടെ എക്കാലത്തുമുള്ള വിശ്വാസ സത്യമാണ്. അത് നമ്മുടെ കർത്താവ് പഠിപ്പിച്ച സത്യമാണ്, അത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ച സത്യമാണ്. ജീസസ് എന്താ പൗലോസ് പറയുന്നത്? പൗലോസ് പറയാ, ഞാൻ കർത്താവിന്റെ ന്യായാസനത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആകുമോ, ഞാൻ തിരസ്കൃതനാകുമോ? ഞാൻ ഭയപ്പെടുകയാണ്. ആരാ ഭയപ്പെടുന്നത്? ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ മിഷണറി പൗലോസ് സുവിശേഷത്തിന് തീയാണ്. ലക്ഷക്കണക്കിന് ആത്മാക്കളെ കർത്താവിനായി നേടിക്കൊടുത്തവൻ, അനേകം സ്ഥലസഭകളെ സ്ഥാപിച്ചവൻ, തീഷ്ണത കൊണ്ട് കത്തിജ്വലിച്ചവൻ, അവസാന ശ്വാസം വരെ കർത്താവിനോടും സഭയോടുമുള്ള വിശ്വസ്തതയിൽ ജീവിച്ചവൻ, കർത്താവിനോടുള്ള തന്റെ സ്നേഹത്തിന്റെ ആ പ്രതിഫലനമായി രക്തസാക്ഷിത്വത്തിലൂടെ തന്റെ വിശ്വാസവും സ്നേഹവും തെളിയിച്ചവൻ. ആ പൗലോസ പറയണേ, എനിക്ക് ഭയമാണ്, ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആകുമോ, ഞാൻ തിരസ്കൃതനാകുമോ, ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഈ ലോകത്ത് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ നാവിനെ, എൻ്റെ ശരീരത്തെ, എൻ്റെ ചിന്തകളെ, എൻ്റെ ആഗ്രഹങ്ങളെ, എൻ്റെ ഇച്ഛകളെ, എൻ്റെ വികാരങ്ങളെ, എൻ്റെ മോഹങ്ങളെ, എന്നിലുള്ള ആസക്തികളെ ഞാൻ കർശനമായി പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കുകയാണ്. മനസ്സിലാകുന്ന ഒരു ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ ദൈവമക്കളെ? നമ്മുടെ അവസ്ഥ എന്താ? അതുകൊണ്ട് ഇനി സമയം കളയാനില്ല. കർത്താവിന്റെ കുരിശിലെ ബലിയുടെ അനന്ത യോഗ്യതകളോട് ചേർത്ത് അമ്മ മാതാവിന്റെ വിമല ഹൃദയം വഴി നശിക്കുന്ന ആത്മാക്കളെ നിത്യതയ്ക്കായി നേടുവാനുള്ള തീരുമാനത്തോടെ പ്രാർത്ഥിക്കുവാൻ 10,000 മുന്നോട്ട് വരണം. ആയിരങ്ങൾ അഭിഷേകത്തോടെ എഴുന്നേൽക്കണം. സഭയിലാകമാനം ഈ അരൂപിയുടെ പ്രവർത്തനം ശക്തിപ്പെടണം. ധാരാളം അന്യ വൈദികരെ ഈ കാലത്തെ വിവേചിച്ചുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്കായി തങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷകൾ ഉപയോഗിക്കണം. അനേകം സമർപ്പിത അമ്മമാരെ, നിങ്ങളുടെ സമർപ്പിത ഭവനങ്ങളിൽ ദിവികാരുണ്യ സന്നിധിയിൽ പരിത്യാഗമെടുത്ത് ധാരാളം കണ്ണുനീരോടെ ചങ്കപൊട്ടി അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു കമ്മിറ്റ്മെന്റ് എന്റെ അമ്മമാരെടുക്കണം. സമയം ആസന്നമായി. സമയം വളരെ തുച്ഛമേ ഉള്ളൂ. ജീസസ്. അതുകൊണ്ട് മരിയ ഫൗസ്റ്റീനയോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്കത് ഒന്ന് ശ്രദ്ധിക്കാം. കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന അതാ ദൈവമക്കളെ. കർത്താവിന്റെ ഹൃദയത്തിന് ഒരുപാട് ആശ്വാസം, ആനന്ദം നൽകുന്ന പ്രാർത്ഥനയാണത്. എന്താണ് കർത്താവ് വിശുദ്ധ മരിയ ഫൗസ്റ്റീനയോട് പറഞ്ഞത്? ഓരാത്മാവിന്റെയും നഷ്ടത്തിൽ ഞാൻ മരണതുല്യമായ വേദന അനുഭവിക്കുന്നത് കർത്താവിന്റെ സങ്കടമാണ്. ഇതാണ് കർത്താവിന്റെ കരച്ചില്. ഓരാത്മാവും എന്റെ സ്നേഹത്തിൽ നിന്ന് പിശാചിന്റെ പിടിയിൽ ഒരാത്മാവും പെട്ടുപോകുമ്പോൾ മകളെ, ഞാൻ മരണതുല്യമായ ദുഃഖം അനുഭവിക്കുന്നു. പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നീ എന്നെ ആശ്വസിപ്പിക്കുന്നു. സ്നേഹത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. ആരെല്ലാം പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നുവോ അവരെല്ലാം കർത്താവിന്റെ ഹൃദയത്തിന് വലിയ ആശ്വാസം നൽകുകയാണ്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എനിക്ക് ഏറ്റവും പ്രീതികരമായ പ്രാർത്ഥന, ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന. ഈ പ്രാർത്ഥന കേൾക്കപ്പെടുകയും അവയ്ക്ക് പ്രത്യുത്തരം നൽകപ്പെടുകയും ചെയ്യുന്നു. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള നമ്മുടെ ജീവിതം ഈ ഒരു മിഷന് വേണ്ടി കർത്താവിന് കൊടുക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയം കർത്താവിന് കൊടുക്ക്, നമ്മുടെ ആരോഗ്യം കൊടുക്ക്, നമ്മുടെ അവസരങ്ങൾ കൊടുക്ക്, നമ്മുടെ സമ്പത്ത് കർത്താവിന് കൊടുക്ക്, നമ്മുടെ കുടുംബത്തെ കൊടുക്ക്, മക്കളെ നൽക്, നമ്മുടെ എല്ലാം കർത്താവ് തന്നിരിക്കുന്ന എല്ലാം
ഈ ഒരു ദൗത്യത്തിനായിട്ട് അങ്ങ് കൊടുത്തേ. എത്ര ബ്ലെസ്സഡാ നമ്മൾ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം ദൈവമക്കളെ. ഒരു പ്രധാന കാര്യം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കും. ഇതിനോട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ വചനമാണത്. ജെറമിയ പ്രവചനം 18:18. സാധിക്കുന്ന എല്ലാവരും ഒരുമിച്ച് വചനം വായിക്കണം. ജെറമിയ പ്രവചനം 18:18 എന്താണ് പരിശുദ്ധാത്മാവ് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ അവർ പറഞ്ഞു, വരുവിൻ, നമുക്ക് ജെറമിയായ്ക്കെതിരെ ഗൂഢാലോചന നടത്താം. എന്തെന്നാൽ പുരോഹിതനിൽ നിന്ന് നിയമോപദേശവും ജ്ഞാനിയിൽ നിന്ന് ആലോചനയും പ്രവാചകനിൽ നിന്ന് വചനവും നശിച്ചു പോവുകയില്ല. തുറന്ന ദൈവത്തിന് വചനം പറയാ, വരുവിൻ, നമുക്ക് അവനെ നാവുകൊണ്ട് തകർക്കാം. അവന്റെ അഭിഷേകത്തെ തകർക്കാൻ നമുക്ക് പറ്റത്തില്ല. ദൈവം നൽകിയിരിക്കുന്ന വചനത്തെ അവനിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൂടി ആലോചിച്ച് അവര് തീരുമാനമെടുക്കുക. എന്താ തീരുമാനം? വരുവിൻ, നമുക്ക് അവനെ നാവ് കൊണ്ട് തകർക്കാം, അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും വേണ്ട. ഇന്ന് ഇതാണ് പിശാച് സഭയിലും ലോകത്തിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെക്കാളും അതിബുദ്ധിമാനാണ് പിശാച്. സാത്താൻ അറിയാം. ദൈവം അഭിഷേകം ചെയ്തൊരു വ്യക്തിയിൽ നിന്ന് അഭിഷേകം ഇല്ലാതാക്കാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യന് സാധിക്കത്തില്ല. ദൈവം വചനം നൽകിയ ഒരു വ്യക്തിയിൽ നിന്ന് വചനത്തെ ഇല്ലാതാക്കാൻ ഒരു അന്ധകാര ശക്തിക്കും ഈ ലോകത്തിലെ ഒരു പവറിനും സാധിക്കുകയില്ല. ദൈവം അപ്പോയിന്റ്മെന്റ് തന്നവരെ തകർത്ത് കളയാൻ, ദൈവത്തിന്റെ കരമുള്ള ജീവിതങ്ങളെ, ദൈവം തെരഞ്ഞെടുത്ത ജീവിതങ്ങളെ, ദൈവത്തിന്റെ നിയോഗമുള്ള വ്യക്തികളെ, കൂട്ടായ്മകളെ, മിനിസ്ട്രികളെ ഇല്ലാതാക്കാൻ ഈ ലോകത്തിലെ ഒരു സംവിധാനത്തിനും സാധ്യമല്ല എന്ന് പിശാചിന് നല്ലതുപോലെ അറിയാം. പിന്നെ അവരെ തകർക്കാനുള്ള വഴി എന്താ? പിന്നെ അവരെ മടുപ്പിക്കാനുള്ള വഴി എന്താ? പിന്നെ അവരെ അവരുടെ ഹൃദയത്തെ വേദനിപ്പിച്ച് മുറിപ്പെടുത്ത് അവരെ അവശരാക്കാനുള്ള വഴി എന്താ? അവരെ നാവ് കൊണ്ട് തകർക്കുക. എല്ലാവരും പറഞ്ഞേ, നാവ് കൊണ്ട് തകർക്കുക. പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, നാവ് കൊണ്ട് തകർക്കുക. അപവാദങ്ങൾ പറഞ്ഞ്, ഏഷ്യനികൾ പറഞ്ഞ്, പരദൂഷണങ്ങൾ പറഞ്ഞ്, ദുഷിപ്പുകൾ പറഞ്ഞ്. ഞാനിപ്പോൾ ഓർക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ്, എന്റെ ദൈവമേ, ഷെക്കേന ന്യൂസ് ചാനല് ബിഷപ്പ് ഫ്രാങ്കോയുടെ ബിനാമി ചാനലാണെന്ന് പറഞ്ഞ് എത്രയോ പേരത് ഏറ്റുപിടിച്ചത്. ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെയൊക്കെ അനേകമിടങ്ങളിൽ പ്രചരിച്ചു. ഇത് ഫ്രാങ്കോ ബിഷപ്പിന്റെ ബിനാമി ചാനലാണ്, അദ്ദേഹമാണ് എല്ലാ പൈസയും മുടക്കിയിരിക്കുന്നത്. എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് എത്രയോ നല്ലവനാണ്. ഫ്രാങ്കോ പിതാവ് എന്നല്ല, തിരുസഭയിൽ അഭിമന്യ പിതാക്കന്മാര് അവിടെ സ്നേഹവും പ്രാർത്ഥനയും കരുതലും ആശീർവാദവും ഈ ഷെക്കേന ന്യൂസ്, ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് എന്നും മുതൽക്കൂട്ടായി അനുഗ്രഹമാക്കി കർത്താവ് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഒരു അഭിമന്യ പിതാവ് പോലും സാമ്പത്തികമായ ഒരു ഇടപാടും ഷെക്കേന ടെലിവിഷനിൽ മുടക്കിയിട്ടില്ല. കർത്താവിനെ സ്നേഹിക്കുന്ന, തിരുസഭയെ സ്നേഹിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരുടെ കണ്ണുനീരും പ്രാർത്ഥനയും അവിടെ സഹായം കൊണ്ട ഈ മഹാമാരിയുടെയും കഷ്ടതയുടെയും ഈ നാളുകളിൽ കർത്താവ് വിശ്വസ്തയോടെ കരം പിടിച്ച് ഈ മാധ്യമ ശുശ്രൂഷയെ തന്റെ ജനത്തിന് വേണ്ടി അനുഗ്രഹമാക്കി നയിച്ചുകൊണ്ടിരിക്കുന്നത്. പറയുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞൂടെ? ആ നാളുകൾക്ക് എനിക്ക് ഒത്തിരി സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം മുട്ടുകുത്തി കൈവിരിച്ച് ഈശോയെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന ഏതാനും സഹോദരങ്ങളെ കർത്താവ് കൂട്ടിനായി തന്നതുകൊണ്ടാ ഈ ശുശ്രൂഷകൾ എങ്ങനെ പോകുന്നത്. ഈ മക്കളെ, ബിഷപ്പ് ഫ്രാങ്കോയുടെ ബിനാമി ചാനലാണ്. ഇവിടെ അതാണ്, ഇതാണ്, സ്വർണ്ണക്കടത്താണ്, കള്ളക്കടത്താണ്, എന്തൊക്കെ അപവാദങ്ങളായിരുന്നു. അപ്പൊ ഇതൊന്നും കാരണം ദൈവം അഭിഷേകം ചെയ്ത ഒരു 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 ശുശ്രൂഷ സംവിധാനത്തെ, അത് ഷെക്കേനത് മാത്രമല്ല, അത് ശാലോമാണെങ്കിലും, അത് ഗുഡ്നസ് ആണെങ്കിലും, അത് ധ്യാന കേന്ദ്രങ്ങളാണെങ്കിലും, അത് ഏത് മിനിസ്ട്രികളാണെങ്കിലും, അത് ഏത് വ്യക്തികളാണെങ്കിലും അവരെ തകർക്കാൻ, അവരെ ഇല്ലാതാക്കാൻ, അവരെ ശിഥിലീകരിക്കാൻ, അവരെ നാമവിശേഷമാക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു സംവിധാനത്തിനും സാധ്യമല്ല. അത് സ്വർഗത്തിലെ ദൈവം വിചാരിക്കണം. ആരാണ് അഭിഷേകം ചെയ്തത്, ആരാണോ നിയോഗം തന്നത്, ആ കർത്താവ് വിചാരിക്കണം. അതുകൊണ്ട് ഇവിടെ ജെറമിയ പ്രവചനം 18:18 പറഞ്ഞത് വചനം ഇല്ലാതാക്കാൻ പറ്റത്തില്ല, അവന്റെ മേൽ പകരപ്പെട്ട അഭിഷേകം ഇല്ലാതാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ കൂടി ആലോചിച്ച്
കുതന്ത്രങ്ങൾ മെനഞ്ഞ് തീരുമാനമെടുത്തു, അവരെ നമുക്ക് നാവ് കൊണ്ട് തകർക്കാം. എത്ര പേരെ അങ്ങനെ തകർത്തിരിക്കണേ. ഈ ശുശ്രൂഷ കാണുമ്പോൾ ചിലരെ കരയുന്നുണ്ട്. ദൈവത്തിന്റെ അരൂപി എന്റെ ഹൃദയത്തെ പ്രേരിപ്പിക്കുന്നു. കരഞ്ഞുകൊണ്ട് കലങ്ങിയ മനസ്സുമായി ഇതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകം വ്യക്തികളെ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. ഇതുപോലെ തകർന്നു പോയവര്, മടുത്തുപോയവര് ഇപ്പോഴും എന്തൊക്കെ കേട്ടുകൊണ്ടിരിക്കണേ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ റാണി ചേച്ചി പറയുന്നില്ലേ, എന്തൊക്കെ അപവാദങ്ങളെ ചേച്ചി കേൾക്കണേ. ഇത് ഏതാനും വ്യക്തികൾക്കുള്ള, നമ്മുടെ ബെന്നി സാറ്, ശാലോമിന് ബെന്നി സാറ് ആ പ്രലോഭനങ്ങൾ വിടങ്ങൾ പുസ്തകം വായിച്ച പോലെ എന്തൊക്കെ കേട്ടിരിക്കും. നമ്മുടെ വട്ടായിലച്ചൻ, ഡാനിയിലച്ചൻ, നമ്മുടെ അഭിയുന്ന പിതാക്കന്മാര്, വിശുദ്ധിയോടെ ജീവിക്കുന്ന നല്ല നല്ല പൊന്നുപെട്ട വൈദികര് സഭയ്ക്കുണ്ട്. അതാണ് സഭയുടെ പവർ, സഭയുടെ ശക്തി. ഏതാ പ്രിയപ്പെട്ടവരെ? അവരൊക്കെ ദുഷിപ്പിക്കുക, അവരൊക്കെ അപവാദം പറഞ്ഞ് അവരെ തളർത്തിക്കളയ. ഇതല്ലേ പിശാചിന്റെ പ്രവൃത്തി? ഇതിനെ തകർക്കാൻ പ്രാർത്ഥനയ്ക്ക്, ഉപവാസത്തിനും പരിത്യാഗത്തിനും മാത്രമേ സാധിക്കൂ. പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ, തന്നിടുന്നെന്നെ പൂർണ്ണമായി ഞാൻ അവസാനിപ്പിക്കുന്നൊക്കെ ദൈവമക്കളെ. യെശയ്യാ പ്രവചനം 28:22 എന്നെ സ്വാധീനിച്ച മറ്റൊരു ഇന്ന് എന്തുകൊണ്ട് അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പക്ഷെ ദൈവത്തിന്റെ ശക്തിയുടെ അനുഭവം അവർക്ക് പ്രാപിക്കാൻ പറ്റുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന കാലഘട്ടത്തിന്റെ കൃപയിൽ വളരാൻ പറ്റുന്നില്ല. എന്താ അതിന്റെ കാരണം? ഈ വചനം പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 28:22 പറയാ, അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. കർത്താവ് പറയും, നിങ്ങൾ പരദൂഷണം പറയരുത്, അപവാദങ്ങൾ പറയരുത്, ദുഷിപ്പ് പറയരുത്. ദുഷിപ്പ് പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ഇന്ന് എന്തുകൊണ്ട് പല വ്യക്തികൾക്കും 2 അടി മുന്നോട്ട് വെച്ചാൽ 4 അടി പുറകോട്ടാണ്? പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? അല്ല ദൈവമക്കളെ. വചനം വായിക്കാഞ്ഞിട്ടാണോ? അല്ല. ഈ പൈശാചിക പീഡയിൽ പിശാച് അവരെ ബന്ധിച്ചിട്ടിരിക്കുക. ഈ ഏശിനി പറച്ചില്, ഈ ദുഷിപ്പ് പറച്ചില്, ചില കാര്യങ്ങളൊക്കെ ഇമോഷണൽ ആയിട്ട് അങ്ങ് പ്രതികരിക്കുക. അതിന് നിജസ്ഥിതി മനസ്സിലാക്കാതെ, സത്യം മനസ്സിലാക്കാതെ, അതിന്റെ കാര്യങ്ങൾ തിരിച്ചറിയാതെ യേശുവിനെ പറഞ്ഞ്, ദുഷിപ്പ് പറഞ്ഞ് അവർ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മ പറയാ, നിന്റെ ബന്ധനങ്ങൾ കൂടുതൽ കഠിനമാകും, നിന്റെ പ്രശ്നം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകും. മനസ്സിലാവുന്നുണ്ടോ? ഒരു വലിയ രഹസ്യമാണ് പരിശുദ്ധാത്മ പറഞ്ഞു തരുന്നത്. ഇതിനോട് ബന്ധപ്പെട്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 28:13-28 ഈ പൈശാചിക പീഡ തകരാൻ ഇന്ന് നമ്മൾ ചങ്ക് പൊട്ടി നിലവിളിക്കേണ്ടത്. ഇതിനു വേണ്ടി ദിവികാരസൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇതിനു വേണ്ടി നമ്മൾ പരിത്യാഗം എടുക്കേണ്ടത്. ഈ പീഡ വിട്ടുപോയാൽ സഭ ശക്തിപ്പെടും, കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കും, കർത്താവിന്റെ മിനിസ്ട്രികളെ കാലഘട്ടത്തിൽ അഭിഷേകത്തിൽ നിറയും. പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ. ദൈവമേ, എന്നാ ഒരു വചനം ഇത്! പരദൂഷകനും ഏഷണിക്കാരനും എന്ന് പറഞ്ഞ കർത്താവിൽ നിന്ന് ഒരു നന്മ അവർക്ക് കിട്ടത്തില്ല. അപ്പൊ എന്തുകൊണ്ട് നന്മ കിട്ടാത്തത്? സഹോദര സഹോദരി, എന്തുകൊണ്ട് പലപ്പോഴും കൃപ പ്രാപിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ട് അഭിഷേകത്തിൽ വളരാൻ പറ്റാത്തത്? എന്തുകൊണ്ട് വചനത്തിന്റെ മുദ്ര കിട്ടാത്തത്? പരദൂഷണവും ഏശിനി പറച്ചിലും ദുഷിപ്പും നിന്നയും. നമ്മള് ആ പൈശാചിക പീഡയോട് വിട പറയണം. മരിക്കേണ്ടി വന്നാൽ എന്തൊക്കെ നഷ്ടതയ്ക്ക് ഞാൻ ഈ പരദൂഷണം പറയില്ല. ശപിക്കപ്പെട്ടവരാണ്, ഒരു അനുഗ്രഹം നന്മയും കിട്ടില്ല ദൈവമക്കളെ. ഇത് മാറ്റാതെ മുട്ടുകുത്തി നമ്മള് 40 അല്ല 400 ദിവസം പരിത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചാലും കർത്താവിന്റെ കൃപ ഒഴുകപ്പെടുകയില്ല. അത്രമാത്രം കർത്താവിനെ വേദനിപ്പിക്കുന്ന കൊടും തിന്മയാണിത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് എന്താ വചനം പറയുന്നത്? സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകർ അവരെ നശിപ്പിച്ചിട്ടുണ്ട്. എത്ര പേരെ നശിപ്പിച്ചിരിക്കണം ഇത്തരക്കാര്! ഈ പരദൂഷകര്, ദുഷിപ്പ് പറയുന്നവർ എത്ര പേരെ നശിപ്പിച്ച്! സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന, സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ ഇവർ ഇങ്ങനെയുള്ളവരെ പല എല്ലാ സ്ഥലത്തും ഉണ്ട് ദൈവമക്കളെ.
എത്ര എത്ര അനുഭവങ്ങൾ അതൊക്കെ പറയാൻ പോയി നമ്മുടെ സമയം പോവും. എന്തിനതൊക്കെ പറയുന്നത്? അതല്ലല്ലോ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും 16 കൂടി ഒന്ന് വായിച്ച്, 28:16. അപ്പൊ ചിലർ ഞാൻ പരദൂഷണം പറയുന്നില്ല, ഞാൻ ഏഷ്യനി പറയുന്നില്ല. എന്നാൽ ഏഷ്യനി പറയുന്നത് കേൾക്കാൻ നീ ചെവി കൊടുക്കുന്നുണ്ടോ? പരദൂഷണം പറയുന്നത് കേൾക്കാൻ നീ ചെവി കൊടുക്കുന്നുണ്ടോ? ദുഷിപ്പ് കേൾക്കാൻ, അപവാദങ്ങൾ പറയുന്നത് കേൾക്കാൻ നീ നിന്നു കൊടുക്കുന്നുണ്ടോ? എന്താ പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കുന്നത്? അപവാദത്തിന് ചെവി കൊടുക്കുന്നവന് സ്വസ്ഥത കിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാ സ്വസ്ഥത കിട്ടാത്തത്? എന്തുകൊണ്ട് സമാധാനം കിട്ടാത്തത്? നീ അപവാദം പറയണ്ട. അപവാദം പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നുണ്ടോ? ഈ ചെവി ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ? ചെവി കൊടുക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അവിടെ പിശാച് കയറി നിന്നെ നശിപ്പിച്ച് കളയും. നിനക്ക് ദൈവം തരുന്ന നന്മകൾ അവൻ തട്ടിത്തെറിപ്പിക്കും. ഇന്ന് അതുകൊണ്ട് അനേകര് ഇങ്ങനെ ചതഞ്ഞ് 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 ഇങ്ങനെ കിടക്കുന്നത്. ഒരു വളർച്ചയില്ല, അഭിവൃദ്ധിയില്ല, ഉയർച്ചയില്ല. എല്ലാവരും നല്ല പറയുന്നത്. കുറെയൊക്കെ ജീവിതങ്ങളുടെ തകർച്ചയുടെ പുറകിൽ ഈ പൈശാചിക പീഡയാണ് ദൈവമക്കളെ. സ്വസ്ഥത കിട്ടില്ല, സമാധാനം കിട്ടില്ല, അനുഗ്രഹം കിട്ടില്ല, അഭിഷേകം കിട്ടില്ല. കർത്താവിൽ നിന്ന് ഒരു നന്മ പോലും അനുഭവിക്കാൻ പറ്റില്ല. ശാപഗ്രസ്ത എന്ന വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ദാഹം വരണം. ഈ ആത്മാക്കളെ രക്ഷിക്കണ്ടേ? ഈ കൂട്ടത്തിൽ ഞാനും നിങ്ങളും പെട്ടിട്ടുണ്ട്. പൊട്ടിക്കരയണമെന്ന്, അനുതപിക്കണമെന്ന്, ചങ്ക പൊട്ടി നിലവിളിക്കണം. കർത്താവേ, ഈ പൈശാചിക പീഡയിൽ നിന്ന് എന്നെ വിമോചിപ്പിക്കണമേ. എന്റെ കുടുംബത്തെ, എന്റെ കൂട്ടായ്മകളെ വിമോചിപ്പിക്കണമേ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? അതുകൊണ്ടാണ് വിശുദ്ധ മരിയ ഫൗസ്റ്റീനയ്ക്ക് കർത്താവ് പറഞ്ഞു കൊടുത്തു. ഫൗസ്റ്റീൻ ഇങ്ങനെയാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ആത്മാക്കളുടെ എണ്ണത്തെക്കുറിച്ചാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ വാക്ക്. നമ്മുടെ പ്രാർത്ഥനയാലും പരിത്യാഗത്താലും നമ്മൾ പെടുത്തേണ്ട ആത്മാക്കളുടെ എണ്ണം നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ എന്നിലൂടെ രക്ഷപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആത്മാക്കളുണ്ട്. അതിന്റെ സംഖ്യ ചിലപ്പോൾ 50,000 ആകാം, ചിലപ്പോൾ 1,00,000 ആകാം, ചിലപ്പോൾ 2 ലക്ഷം ആകാം, ചിലപ്പോൾ 25,000 ആകാം. എനിക്കറിയത്തില്ല. അതുകൊണ്ട് കർത്താവ് മരിയ ഭവിഷ്യക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ എണ്ണം അറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പാപികൾക്ക് വേണ്ടി നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ചിലപ്പോൾ എന്നിലൂടെ 5 ലക്ഷം ആത്മാക്കളാവും രക്ഷപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടാവും. അത് കർത്താവിന് മാത്രം അറിയുള്ളൂ. അതൊരു മിസ്റ്ററിയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ അവസാന നിമിഷം വരെ ഞാൻ ഈ ആത്മാക്കൾക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് 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 കർത്താവിന്റെ കൃപയോട് സഹകരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യ പറഞ്ഞൊരു കാര്യം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ കൊച്ചു ത്രേസ്യ പുണ്യവതി പറഞ്ഞത്? ചെറിയ ചെറിയ പരിത്യാഗങ്ങൾ പോലും നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. നിസാരമായ ത്യാഗം പോലും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നതിൽ കണ്ടോ? നിസാരമായ ത്യാഗം. ഇപ്പൊ നമ്മൾ നടന്നു പോകുമ്പോൾ അവിടെ ഒരു വേസ്റ്റ് കിടപ്പുണ്ട്, ഒരു കടലാസ് കഷ്ണം കിടക്കുന്നു. ഈശോയുടെ സ്നേഹത്തെ പ്രതി, ഒരു ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആ കടലാസ് കഷ്ണം എടുത്ത് വേസ്റ്റ് ബോക്സിൽ ഇടുക. ഭയങ്കര പ്രാർത്ഥനയാണത്. ഹല്ലേലൂയ പറഞ്ഞേ. അതാണ് കൊച്ചുരേസ്യ പുണ്യവതി പറയുന്നത്. നിസാരമായ ത്യാഗം പോലും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നതിൽ നാം ഉപേക്ഷ വിചാരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം മാഹാത്മ്യമേറിയത് തന്നെയാണ്. ദൈവസ്നേഹത്തെ പ്രതി ഒരു മൊട്ടുസൂചി നിലത്തു നിന്ന് എടുക്കുന്നത് മതിയാകും ഒരു ആത്മാവിനെ മാനസാന്തരപ്പെടുത്തുവാൻ. എന്തൊരു പരമരഹസ്യം! നമ്മുടെ പ്രവർത്തികൾക്ക് ഇത്രയും മഹാത്മ്യം കൽപ്പിക്കുവാൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കൂ. ഹല്ലേലൂയ. ഈ സത്യം മനസ്സിലാക്കി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, പാപികളെ മാനസാന്തരത്തിന് വേണ്ടി, സ്വർഗത്തിന് നിലവിളിക്ക് വേണ്ടി, സ്വർഗത്തിന് തേങ്ങലിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കൂട്ടായ്മകളെ, നമ്മുടെ സമൂഹങ്ങളെ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ അവസരങ്ങള്, നമ്മുടെ സാധ്യതകള്, നമ്മുടെ കഴിവുകള് എല്ലാം കർത്താവിനെ സമർപ്പിക്കുക. നിങ്ങളൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ കരങ്ങൾ ഉയർത്തി ഈ അഭിഷേകത്തിന് വേണ്ടി, ഈ കൃപയ്ക്ക് വേണ്ടി, ഈ ശക്തിക്ക് വേണ്ടി ഒരുമിച്ച് കരമുയർത്തി അമ്മ മാതാവിനോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്,
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തീയായി, തീയായി, തീയായി. കത്തുക, കത്തുക. അനേകം ഉണർത്തുക. പ്രാർത്ഥനയ്ക്കായി, പരിത്യാഗത്തിനായി, പ്രായശ്ചിത്ത പ്രവർത്തികൾക്കായി, ഈശോയെ സ്നേഹിക്കുവാനായി ഉണർത്തണമേ. കർത്താവെ പ്രചോദിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ ഉത്തേജിപ്പിക്കണമേ. സ്പിരിറ്റ് anoint, anoint, anoint. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മനയായ ചീണണമേ. സ്വർഗ്ഗം റുഹായേ, റുഹായേ, റുഹായേ. ആത്മനയായ ചീണണമേ. ദാഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പെന്തക്കോസ്ത. ദാഹാർത്തരായി ഞങ്ങൾ കാത്തിരിപ്പു നൽകണമേ വീണ്ടും പെന്തക്കോസ്ത. നൽകണമേ വീണ്ടും പെന്തക്കോസ്ത. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയുള്ള സമയം നമ്മുടെ പ്രിയപ്പെട്ട റാണി ചേച്ചിക്ക് അമ്മ മാതാവ് നൽകിയ ആ സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന സമയമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിൽ, സഭ മുഴുവനിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞൊഴുകുവാൻ ഈ സന്ദേശങ്ങൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ലാളിത്യത്തോടു കൂടി പ്രാർത്ഥനയോടെ നമുക്ക് ഏവർക്കും ശ്രമിക്കാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ പരിശുദ്ധ ദൈവമാതാവ് നൽകിയ സന്ദേശങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. 28ാമത്തെ സന്ദേശമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വരെ കേട്ടത്. മരവിച്ച മാനവകുലത്തിൻ്റെ മനസ്സാക്ഷിക്ക് ജീവനും ചൂടും പ്രത്യാശയും നൽകി ഭൂമിയെ നൂതനവും അത്ഭുതകരവുമായ പറുദീസയാക്കി പരിണമിപ്പിക്കാനായിട്ട് പരിശുദ്ധ അമ്മ പരിശ്രമിക്കുകയും നമ്മളെ ആ പരിശ്രമത്തിലേക്ക് ക്ഷണിക്കുകയുമായിരുന്നു. ഇതിലൂടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? പരിശുദ്ധ അമ്മ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് മക്കളെ ഒരുക്കുകയാണെന്നല്ലേ? തീർച്ചയായും അതെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: പരിശുദ്ധ ദൈവമാതാവേ, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 29ാമത്തെ സന്ദേശമാണ്. ഞാൻ ഓരോ നമ്പറുകളും ഇങ്ങനെ പറയുന്നത് 51 പൊതു സന്ദേശങ്ങളാണ് പരിശുദ്ധ അമ്മ നൽകിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. 29ാമത്തെ സന്ദേശം പരിശുദ്ധ അമ്മ നൽകുന്നത് 1998 ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ദിനം. അമ്മ പറഞ്ഞു: വാത്സല്യമുള്ള മക്കളെ, പറുദീസായുടെ മഹിമാ പ്രതാപത്തിലേക്ക് എടുക്കപ്പെട്ട നിങ്ങളുടെ അമ്മയിലേക്ക് നിങ്ങളുടെ ദൃഷ്ടികൾ തിരിച്ചാലും യേശു സ്നേഹം പൂർണ്ണമായും നിങ്ങളിൽ നിക്ഷേപിക്കുന്നതിനായി അക്ഷീണം പരിശ്രമിക്കുന്ന ഈ അമ്മയുടെ സ്വരം നിങ്ങൾക്ക് അരോചകമാകാതിരിക്കട്ടെ. അമ്മ മക്കളോട് പറയുക, അമ്മയുടെ സ്വരം മക്കൾക്ക് അരോചകമാകാതിരിക്കട്ടെ എന്ന്. അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് ചിന്തിക്കാം. പലപ്പോഴും പരിശുദ്ധ ദൈവമാതാവിലൂടെ ഈശോ സംസാരിക്കുന്നത് പലർക്കും ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ലായിരിക്കാം. ദൈവവചനമുണ്ടല്ലോ, ബൈബിളുണ്ടല്ലോ, പിന്നീട് എന്തിനാ മാതാവ് സംസാരിക്കുന്നത്, അത് ശരിയല്ലെന്ന് പറയുന്നവരുണ്ടായിരിക്കാം. ഞാൻ ഈ സന്ദേശങ്ങളുടെ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിലേ പറഞ്ഞു, അമ്മയ്ക്ക് സ്വയമേ ഒന്നും പറയാനില്ല. അമ്മ യേശു പറഞ്ഞത് നമ്മെ ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മുടെ അപ്പൻ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളത് മറന്നു പോകാതിരിക്കാൻ നമ്മുടെ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കാറില്ലേ? അതുപോലെ തന്നെ അമ്മ ഓർമ്മിപ്പിക്കുക. ആ ഓർമ്മപ്പെടുത്തൽ മനുഷ്യരായി നമുക്ക് അരോചകവോ അസ്വസ്ഥതയോ ഉണ്ടാകാതിരിക്കാനായിട്ട് അമ്മ ആശംസിക്കുകയാണ് നമ്മളോട്. അമ്മ പറയുന്നു, നിങ്ങളുടെ ദൃഷ്ടികൾ എന്നിലേക്ക് തിരിച്ചാലും
യേശു സ്നേഹം പൂർണ്ണമായി അപൂർണതയില്ലാതെ ഒരു കുറവുമില്ലാതെ നിങ്ങളിൽ നിക്ഷേപിക്കാനാണ് അമ്മ ക്ഷീണം വകവയ്ക്കാതെ വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്നത് എന്നാണ് അമ്മ പറയുന്നത്, പരിശുദ്ധ അമ്മ പറയുന്നത്. അമ്മ ക്ഷീണിതയാണോ? നമ്മളുടെ പാപങ്ങൾ കൊണ്ടായിരിക്കാം അമ്മ ക്ഷീണിച്ചു പോകുന്നത്. അമ്മയ്ക്ക് വിശ്രമമുണ്ടോ? ഇല്ല, അമ്മയ്ക്ക് വിശ്രമമില്ല. രാത്രിയോ പകലോ അമ്മ അറിയുന്നില്ല. ഒരു കുഞ്ഞിന് അസുഖം വന്നാൽ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നാൽ, അവർക്ക് പനിയോ മറ്റെന്തെങ്കിലും അസുഖം വന്നാൽ അമ്മമാർക്ക് ഉറക്കമില്ല. അവരെ എടുത്തുകൊണ്ട് നടക്കാനും അവരുടെ വാശി തീർക്കാനും എപ്പോഴും അവരുടെ അടുത്ത് ഇരുന്ന് അവരെ പരിചരിക്കാനും അമ്മമാർ സന്നദ്ധരാണ്. അതുപോലെയാണ് നമ്മുടെ അമ്മ. ഈശോയുടെ സ്നേഹം നമ്മളിൽ എവിടെയെങ്കിലും കുറയുന്നു എന്ന് അമ്മ മനസ്സിലാക്കിയാൽ അമ്മ വിശ്രമമില്ലാതെ ആ കുഞ്ഞിൻ്റെ അരികിലുണ്ടാകും. അങ്ങനെയുള്ള അമ്മ മാതാവിനെയാണ് നമുക്ക് ഇന്ന് ഈശോ തന്നിരിക്കുന്നത്. കുരിശിൻ ചുവട്ടിൽ ഈശോ തന്ന ആ അമ്മ ആ ദൗത്യം ഏറ്റെടുത്ത ആ നിമിഷം മുതൽ അമ്മയ്ക്ക് വിശ്രമമില്ല. ഇടയ്ക്കൊക്കെ അമ്മ കരയാറുണ്ട്, വിശ്രമമില്ലാത്ത അമ്മയെ ഓർക്കാത്ത മക്കളെ ഓർത്ത്. അതായത് ഈശോയുടെ സ്നേഹം ഒരു കുഞ്ഞിൽ നിറയുന്നില്ല, ആ കുഞ്ഞ് ഈശോയുടെ സ്നേഹത്തിലല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അമ്മ കരയാറുണ്ട്, അമ്മ ശ്രമിക്കുന്നുണ്ട്, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മ കൂടെ തന്നെയുണ്ട്. അമ്മ പറയുന്നു, മക്കളെ, ഈ ലോകമാകുന്ന മരുഭൂമിയിൽ സഹനത്തിൻ്റെ വലിയ ഭാണ്ഡവുമായി മുറിവേറ്റും ക്ലേശങ്ങൾ സഹിച്ചും അടിച്ചമർത്തപ്പെട്ടും തീർത്ഥാടനം നടത്തുന്ന സഭയും ഈ സഭാശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളായ നിങ്ങൾ ഓരോരുത്തരും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും ഇടവിടാതെ ജപമാല പ്രാർത്ഥന ഉരുവിടുകയും ദിവ്യകാരുണ്യ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ചെയ്യുക. കഴിഞ്ഞ സന്ദേശങ്ങളിലൊക്കെ അമ്മ ഇത് പറഞ്ഞു. വീണ്ടും വീണ്ടും അമ്മ പറയുമ്പോൾ അതിൽ വലിയ പ്രസക്തിയുണ്ട്, അതിൽ വലിയ കാര്യങ്ങളുണ്ട്, അതിൽ വലിയ രഹസ്യങ്ങളുണ്ട്. ആ കൂദാശാനുഷ്ഠിത ജീവിതം, ദിവ്യകാരുണ്യ അധിഷ്ഠിത ജീവിതം എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാന നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മുടക്കരുത്. വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്ന കരുണയുടെ അനുഭവങ്ങളായി മാറണം നമ്മുടെ ജീവിതമെന്ന് അമ്മ എടുത്തു പറയുന്നു. തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം എന്ന് ചിന്തിച്ചിരിക്കാനല്ല അമ്മ പറയുന്നേ. നമ്മളുടെ അധരത്തിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും ദൈവം കേൾക്കുന്നുണ്ട്. നീ തിന്മ പറഞ്ഞാൽ നീ തിന്മ കൊയ്തെടുക്കുകയാ. നീ നന്മ പറഞ്ഞാൽ നിനക്ക് നന്മ കൊയ്തെടുക്കാം. നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കൊയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് സഹനത്തിലും സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും നിരന്തരം പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയായി മാറുക എന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇടവിടാതെ ജപമാല പ്രാർത്ഥന ഉരുവിടുക. ഇന്നലെ നമ്മൾ കേട്ടു ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് ജപമാല എങ്ങനെയാണെന്ന്. അങ്ങനെ ജപമാല പ്രാർത്ഥന ഉരുവിടുന്ന മക്കളുടെ ജീവിതത്തിൽ നിന്ന്, അവരുടെ അധരത്തിൽ നിന്ന്, അവരുടെ ഏറ്റുപറച്ചിലിൽ നിന്ന്, അവരുടെ ചിന്തയിൽ നിന്ന്, അവരുടെ വിചാരങ്ങളിൽ നിന്ന് ഒരിക്കലും നന്മ നിറഞ്ഞ മറിയം മാറിപ്പോകില്ല. നന്മ നിറഞ്ഞ മറിയം മാറിപ്പോകില്ല എന്നതിൻ്റെ അർത്ഥം നന്മ നിറഞ്ഞവനായ യേശുവുമായി അമ്മ കൂടെയുണ്ടെന്ന. അമ്മ കൂടെയുണ്ടെങ്കിൽ, ഈശോയുടെ അടുത്ത് അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ ഈശോ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ജപമാല പ്രാർത്ഥനയുടെ വലിയൊരു ഫലം. പ്രാർത്ഥിക്കുക. എന്തെന്നാൽ ഇത് സഹനത്തിൻ്റെ സമയമാണ്. സഹനമില്ലാത്ത ആരുമില്ല ഈ ലോകത്ത്. ഏതെങ്കിലും ഒരു തരത്തിൽ ചെറുതോ വലുതോ ആയ സഹനങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാ നമ്മളൊക്കെ. എല്ലാ മക്കളുടെ ജീവിതത്തിലും സഹനമുണ്ട്. ഇത് സഹനത്തിൻ്റെ സമയമാണെന്ന് വീണ്ടും പരിശുദ്ധ അമ്മ എടുത്തു പറയുമ്പോൾ നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് വലിയ പ്രതിസന്ധികളുടെ,
രോഗ അരിഷ്ടതകളുടെ, ആത്മീയ ദാരിദ്ര്യത്തിൻ്റെ, വിശ്വാസ ത്യാഗത്തിൻ്റെ സമയമാണിത്. സാത്താൻ അവൻ്റെ വിദ്വേഷത്തിൻ്റെയും മൃത്യുവിൻ്റെയും രാജ്യം ലോകത്ത് സ്ഥാപിച്ചിരിക്കുന്നുവെന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ വർണ്ണിച്ചിരിക്കുന്ന സമയമാണിത്. അതിനാൽ തന്നെ ലോകം ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്നു. വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാടിൽ ആ വെളിപാട് മുഴുവൻ, വെളിപാടിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞ് വിശുദ്ധ ബൈബിളിലെ അവസാന പുസ്തകമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ സാത്താൻ വെല്ലുവിളിച്ചിരിക്കുന്നതും സാത്താൻ മണൽത്തിട്ടയിൽ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നതും സ്ഥാനം പിടിച്ചിരിക്കുന്നതും പരിശുദ്ധ ദൈവമാതാവ് സർപ്പത്തിൻ്റെ തല തകർക്കുന്നവളാണെന്നും ആ തല തകർക്കുന്നവളെ അനുസരിക്കുന്നവരും യേശുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരുമായി ശേഷിക്കുന്നവരെ എങ്ങനെയെങ്കിലും അടിമപ്പെടുത്താനായിട്ട് അവൻ മണൽത്തിട്ടയിൽ വേരുറപ്പിച്ചിരിക്കുന്നു, അവൻ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്ന് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അവൻ എന്താ ചെയ്യുന്നേ? വിദ്വേഷത്തിൻ്റെ, മൃത്യുവിൻ്റെ, മരണത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, കോപത്തിൻ്റെ ദുരാത്മാക്കളെ അഴിച്ചുവിട്ടുകൊണ്ട് ബലഹീനരായ മക്കളിലൂടെ അവൻ വിജയം പ്രാപിക്കുന്നു എന്ന് അവൻ സ്വയം അവകാശപ്പെടുന്നു എന്ന് പരിശുദ്ധ ദൈവമാതാവ് പറയുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മൾ അവൻ്റെ ഇരകളായിട്ടുണ്ടോ? വിദ്വേഷം നമ്മുടെ മനസ്സിലുണ്ടോ? ആരോടെങ്കിലും, എന്തിനോടെങ്കിലും? ഒരുപക്ഷെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ആ സ്ഥിതിയോടായിരിക്കാം, ആ അവസ്ഥയോടായിരിക്കാം വിദ്വേഷം. ദൈവത്തോടായിരിക്കാം ചിലർക്കൊക്കെ വിദ്വേഷം, ലോകത്തോടായിരിക്കാം ചിലർക്ക് വിദ്വേഷം, ചിലർക്ക് മനുഷ്യരോടായിരിക്കാം വിദ്വേഷം. ഏത് മേഖലയാണെങ്കിലും അറിയുക, വിദ്വേഷം, ദേഷ്യം യേശുവിൽ നിന്ന് വരുന്നതല്ല, യേശുവിൻ്റെ സ്വഭാവമല്ല, പരിശുദ്ധ അമ്മയുടെ സ്വഭാവമല്ല, സ്വർഗത്തിൻ്റെ സ്വഭാവമല്ല. അത് നമ്മളിൽ ഏതെങ്കിലും വിധത്തിലുണ്ടെങ്കിൽ, ആരെയെങ്കിലും ഓർക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടോ? അവരെന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ മനസ്സറിയാത്ത കാര്യമല്ലേ എന്നൊക്കെ ചിന്തിച്ച് ദേഷ്യം വരാറുണ്ടോ? വേണ്ട, അത് ഈശോ തരുന്നതല്ല, തിന്മ നിക്ഷേപിച്ച് തരുന്നതാ. ഈശോ തരുന്നത് സ്നേഹമാണ്, കരുണയാണ്. ദേഷ്യപ്പെടുന്നവരുണ്ടാകാം, ദേഷ്യപ്പെടാൻ നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്നോർത്തുള്ള നിരാശയുടെ വിദ്വേഷമുണ്ടാകാം. എന്നാൽ അതെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുക. എല്ലാം അറിയുന്നവനാണ് അവിടുന്ന്. അമ്മ പറയുന്നു, മൃത്യുവിൻ്റെ രാജ്യം ലോകത്ത് സ്ഥാപിച്ചിരിക്കുക അവൻ. ലോകത്തെ സ്ഥാപിച്ചിരിക്കുന്ന, ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മൃത്യുവിൻ്റെ രാജ്യം, അതായത് മരണത്തിൻ്റെ രാജ്യം, അതാണ് പിശാചിൻ്റെ രാജ്യം, അതാണ് നരകം. അപ്പോൾ പലരും ചോദിക്കും, നരകം ഈ ഭൂമിയിലല്ലേ എന്ന്. അല്ല, നരകയാതന ഭൂമിയിൽ അനുഭവിക്കുന്ന മക്കളുണ്ട്. ഒരു ഇച്ചിരി കഷ്ടം വരുമ്പോൾ, ഒരു സഹനം വരുമ്പോൾ, നെടുവീർപ്പുകളോടെ പല ദിവസങ്ങൾ കഴിക്കേണ്ടി വരുമ്പോൾ, എന്തൊരു ജീവിതമായത്, ഇതൊരു നരകം തന്നെയല്ലേ എന്ന് ഏതെങ്കിലും ദൈവ പൈതലിൻ്റെ അധരത്തിൽ നിന്നൊന്ന് വീണ് കിട്ടാൻ കാത്തിരിക്കുന്നവനാണ് പിശാച്. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ ജീവൻ നമ്മളിൽ ഉണ്ടെന്ന ഓർമ്മ നമ്മൾ മറന്നുപോകുന്നു. ആ ഓർമ്മയെ നാം തിരസ്കരിക്കുന്നു. അപ്പോൾ സംഭവിക്കുന്നത് ആത്മാവിൻ്റെ മരണമാണ്. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ആത്മാവ് മരിച്ചുകൊണ്ടിരിക്കുക. ഒരു വ്യക്തി മാരക പാപത്തിൽ അടിമപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് മരിക്കുന്നു. എന്നാൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ മരണം കാത്തിരിക്കുന്ന പിശാചിന് അത് വലിയ സന്തോഷമാണ്. അവൻ്റെ ലോകത്തിന് വിസ്തൃതി കൂടി. അങ്ങനെ മനുഷ്യനെ കൊല്ലുന്നതും മൃത്യുവാണ്, മരണമാണ്. ആത്മാവിനെ കൊല്ലുന്നതും മരണമാണ്. ഇത് രണ്ടുമാണ് സാത്താൻ ആഗ്രഹിക്കുന്നത്. ഇത് രണ്ടുമാണ് ഈശോ ആഗ്രഹിക്കാത്തത്, പരിശുദ്ധ അമ്മ ആഗ്രഹിക്കാത്തത്. അപ്പോൾ സാത്താൻ സ്ഥാപിച്ചിരിക്കുന്ന ലോകത്തിലെ വ്യക്തിയാണോ ഞാൻ? ഈശോയുടെ ചങ്കിലെ
ചൂടേറ്റ് ജീവിക്കുന്ന ഈശോയുടെ പൈതലാണോ ഞാൻ എന്ന് ചിന്തിക്കേണ്ട സഹനത്തിൻ്റെ സമയമാണിത്. തിരിച്ചറിവിൻ്റെ സമയത്തിലേക്ക് സഹനങ്ങൾ നമ്മെ നയിക്കുമ്പോൾ തിരിച്ചറിവോടെ യേശുവിലേക്ക് തിരിയാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയുടെ, ക്രിസ്തുവിനെ അറിഞ്ഞവൻ്റെ കടമ. അങ്ങനെ ജീവിക്കാൻ പരിശുദ്ധ അമ്മ നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. അമ്മ വീണ്ടും പറയുന്നു, മാനുഷിക ബുദ്ധിയാൽ ഉടലെടുക്കപ്പെട്ട സകല മാധ്യമങ്ങളും അശുദ്ധ പ്രചാരണത്തിന് കാരണമായി തീർന്നിരിക്കുന്നു. അതെന്തിനാ? മനുഷ്യൻ്റെ ബുദ്ധി എപ്പോഴും നേട്ടമുണ്ടാക്കാനാ, സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ. ഒരു നന്മയുടെ ശുശ്രൂഷയായിട്ട് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നെങ്കിൽ പരിശുദ്ധ അമ്മ ഇത് പറയില്ലായിരുന്നു. എല്ലാ മാധ്യമങ്ങളെക്കുറിച്ചും അല്ല അമ്മ പറയുന്നേ. അമ്മ എടുത്തു പറയുന്നു, മാനുഷിക ബുദ്ധിയാൽ ഉടലെടുക്കപ്പെട്ട സകല മാധ്യമങ്ങളും അശുദ്ധ പ്രചാരണത്തിന് കാരണമായി തീർന്നിരിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു നിലയ്ക്കാത്ത പ്രവാഹമാണ്. അത് ഉപയോഗിക്കുന്നവർ തെല്ലും കുറവല്ല. യൂട്യൂബിലൂടെ എന്തെല്ലാം അശുദ്ധിയെ എല്ലാവരും കാണുന്നേ, എന്നാൽ അതേ യൂട്യൂബിലൂടെ നന്മ വരുന്നില്ലേ? വചന സന്ദേശങ്ങൾ ലഭിക്കുന്നില്ലേ? ഇപ്പോൾ നമ്മുടെ ഈ 40 ദിവസത്തെ ഷെയ്ഖേന TV-യുടെ യൂട്യൂബ് ചാനലിലൂടെ എന്തുമാത്രം ദൈവമക്കൾ ആ നന്മ സ്വീകരിക്കുന്നേ. മാനുഷിക ബുദ്ധിയിലല്ലാത്തത് കൊണ്ടാണ് ഈ ശുശ്രൂഷ, മാനുഷിക ബുദ്ധിയിലല്ലാത്തത് കൊണ്ട് മാത്രമാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ച് മനുഷ്യ മക്കൾക്ക് അത് സ്വീകരിക്കുവാനുള്ളൊരു ദാഹമുണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാ മാധ്യമങ്ങളും ദൈവം തന്ന ബുദ്ധിയും കഴിവും സമയവും അതിൻ്റെ പരിമിതികളും എല്ലാം സ്വീകരിച്ചുകൊണ്ട് ദൈവം നീട്ടിവെച്ചിരിക്കുന്ന നന്മയുടെ വഴികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മ മനുഷ്യരിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മൃത്യുവിൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകാൻ ഒരു കാരണമാകുമായിരുന്നു. ഇന്ന് ലോക്ക്ഡൗൺ ആണ് എല്ലായിടത്തും. ദേവാലയങ്ങളൊന്നും പലതും തുറക്കുന്നില്ല. തുറന്നാലും വിരലിൽ എണ്ണാവുന്ന മക്കൾക്ക് മാത്രമേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നുള്ളൂ. ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനങ്ങൾ നടക്കുന്നില്ല. ഈ സമയത്തൊക്കെ മാധ്യമങ്ങളിലൂടെ ദൈവിക പ്രചോദനങ്ങളും ഉൾക്കാഴ്ചകളും നമ്മളെ ഉണർത്തുന്ന ശുശ്രൂഷകളും നമുക്ക് ലഭിക്കുകയാണെങ്കിൽ മൃത്യുവിൻ്റെ രാജ്യത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് മൃത്യുവിനെ അവസാനിപ്പിക്കാൻ ഒരു പരിധി വരെയൊക്കെ നമുക്ക് സാധിക്കും, മാധ്യമങ്ങൾക്ക് സാധിക്കും. അങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള അനേക മാധ്യമ സ്രോതസ്സുകൾ ലോകത്തുണ്ട്. അതെല്ലാം ഉപയോഗിക്കണമേ എന്നുകൂടെയാണ് അമ്മ ഈ പറഞ്ഞതിൻ്റെ ഒരർത്ഥം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉയരട്ടെ. വീണ്ടും അമ്മ പറയുന്നു, പ്രാർത്ഥനകൾ ഉയരട്ടെ. ത്യാഗപ്രവൃത്തികൾ വഴിയും കരുണയ്ക്കായുള്ള യാചനകൾ വഴിയായും പരീക്ഷണത്തിൻ്റെ കാലഘട്ടവും ശുദ്ധീകരണത്തിൻ്റെ രൂക്ഷതയും കുറച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ വേദനയോടെ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉയരട്ടെ. ത്യാഗപ്രവൃത്തികൾ വഴിയും. എന്താ ത്യാഗപ്രവൃത്തികൾ? ത്യജിക്കേണ്ട പ്രവൃത്തികൾ, കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ, കൊച്ചു സഹനങ്ങൾ, ചെറിയ വേദനകൾ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് കരുണയ്ക്കായിട്ട് യാചിച്ചുകൊണ്ടിരിക്കുക. നിരന്തരം ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് യാചിച്ചുകൊണ്ടിരിക്കുക. കരുണയ്ക്കായുള്ള യാചനകൾ വഴിയായും പരീക്ഷണത്തിൻ്റെ കാലഘട്ടവും ശുദ്ധീകരണത്തിൻ്റെ രൂക്ഷത. എന്തൊരു രൂക്ഷതയല്ലേ ശുദ്ധീകരണത്തിന്! ഇത് എന്തൊരു അവസ്ഥയാണെന്ന് ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായത്. അതൊന്ന് കുറച്ചിരുന്നുവെങ്കിൽ എന്ന് അമ്മ വേദനയോടെ ആഗ്രഹിക്കുന്നു. അമ്മയ്ക്ക് എന്താ വേദന? ഇങ്ങനെയൊക്കെ സംഭവിക്കട്ടെ എന്ന് അമ്മയ്ക്ക് വേണമെങ്കിൽ ചിന്തിക്കാമല്ലോ. എന്നാൽ അമ്മ പറയാ, ഇതൊന്ന് കുറച്ചിരുന്നെങ്കിൽ. കാരണം അമ്മയ്ക്കറിയാം മക്കൾക്ക് ഇതൊന്നും താങ്ങാനുള്ള കഴിവില്ലെന്ന്. അതുകൊണ്ടാ പരിശുദ്ധ അമ്മ പറയുന്നേ, ഇതൊന്ന് കുറച്ചിരുന്നെങ്കിൽ. അതുകൊണ്ട് അമ്മ പറഞ്ഞ ആ വഴികളെ നമുക്ക് സ്വീകരിക്കാം, പ്രാർത്ഥിക്കാം, നമുക്ക് ത്യാഗങ്ങൾ ചെയ്യാം, സഹനങ്ങൾ ഏറ്റെടുക്കാം. പ്രാർത്ഥനയിലൂടെ ലോകത്തെ സ്പർശിക്കുക എന്ന
ഈ ടെലിവിഷൻ ചാനലിലൂടെ ലോകത്തെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മേ മാതാവേ, പരീക്ഷണത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് താങ്ങായി നിൽക്കുന്ന അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്പന്ദനവും പ്രാർത്ഥനകളും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വർഷിക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പിശാചിൻ്റെ തല തകർത്തുകൊണ്ടിരിക്കുന്ന, തല തകർത്ത പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയം എന്നും വിജയിക്കട്ടെ. ആ വിജയം സ്വർഗത്തിൻ്റെ സന്തോഷമാണ്, കർത്താവിൻ്റെ മഹത്വമാണ്. ഈ ചിന്തയിലേക്ക് നമുക്ക് വളരാം, നമുക്ക് ത്യാഗത്തോടെ പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായ ജീവിതം സ്വീകരിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ടും കരുണയ്ക്കായിട്ടും പ്രാർത്ഥിക്കാം. ആമേൻ. ആവേ മരിയ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വരുന്ന നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ സാധിക്കുന്ന എല്ലാവരും അകത്യാഗത്തോടെ നിങ്ങളായിരിക്കുന്നിടത്ത് മുട്ടുകുത്തി ഇരുകരങ്ങളും യാചനാപുറം തുറന്നു പിടിച്ച് വലിയ സ്നേഹത്തോടെ നമ്മൾ കർത്താവിനെ ആരാധിക്കുകയാണ്. മലാകമാരോടും സകല വിശുദ്ധരോടും അമ്മ മാതാവിനോട് ശൗസപിതാവിനോടെല്ലാം ചേർന്ന് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഈശോയേ, ഈശോയേ, ആരാധന 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 ആരാധന. കർത്താവേ, കൃപ ചെയ്യണമേ, കൃപ വർഷിക്കണമേ, അഭിഷേകം നൽകണമേ. ഈശോയേ, ആരാധന ആരാധന ആരാധന. കർത്താവേ, ആയിരങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക്, ജനലക്ഷങ്ങളിലേക്ക്, ജനകോടികളിലേക്ക് കൃപയുടെ അഭിഷേകം പകരണമേ. ഈശോ, ഒരുമിച്ച് പാടുന്ന ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അസംഖ്യം ആത്മാക്കളെ ഈശോയെ അങ്ങേക്ക് വേണ്ടി നേടുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ, യുവജനങ്ങൾ അഭിഷേകം ചെയ്യണമേ, കുഞ്ഞുങ്ങൾ അഭിഷേകം ചെയ്യണമേ. എല്ലാ സമർപ്പിതരെയും വൈദികരെയും അഭിഷേകത്താൽ ജ്വലിപ്പിക്കണമേ. സഭ മുഴുവനിലേക്ക് ഈ അഭിഷേകം പകരണമേ. ഈശോയെ, 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 കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് എല്ലാവരും ആരാധന 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 ആരാധന. സർവശക്തരെ, സർവാധിപനെ, കരമുയർത്തി, സ്വരമുയർത്തി ഈശോ തരുന്ന അഭിഷേകത്തിനായി ആഗ്രഹിച്ച്, കർത്താവ് പകരുന്ന കൃപയുടെ സാന്നിധ്യത്തിനായി ആഗ്രഹിച്ച് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ ഒഴുക്കണമേ. അസംഖ്യം ആത്മാക്കളെ, അസംഖ്യം ആത്മാക്കളെ ഈ കാലഘട്ടത്തിൽ കർത്താവിനായി നേടുവാൻ, നിത്യതയ്ക്കായി നേടുവാൻ ആയിരങ്ങളെ, പതിനായിരങ്ങളെ ഞങ്ങൾ ഓരോരുത്തരെയും ഈ സമയം ഇപ്പോൾ തന്നെ അഭിഷേകം ചെയ്യണമേ. ഈശോയെ, 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 സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരങ്ങൾ കൂപ്പി സാധിക്കുന്ന എല്ലാ ദൈവമക്കളും നമ്മൾ സാഷ്ടാംഗം പ്രണമിച്ച് നമ്മുടെ ശിരസ് നിലത്ത് മുട്ടിച്ച് നമ്മുടെ കർത്താവിനെ നമ്മൾ ആരാധിക്കുകയാണ്. ഈ സാഷ്ടാംഗ പ്രണാമം ഫാത്തിമയിൽ സ്വർഗം തെരഞ്ഞെടുത്ത 3 ഇടയ കുഞ്ഞുങ്ങളിൽ ജസീദ എന്ന് പറയുന്ന ആ കൊച്ചുമോള്, അവൾ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പലപ്പോഴും അവൾ നിലം ചുംബിച്ച് ശിരസ് നിലത്ത് മുട്ടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങൾ, സാധിക്കുന്നവരെ ശിരസ് നിലത്ത് മുട്ടിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിച്ചു പ്രാർത്ഥിക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ അല്പം ഒന്ന് വിടർത്തിപ്പിടിക്കുക. നമ്മൾ അല്പം ത്യാഗത്തോടെ പ്രാർത്ഥിക്കുക ദൈവമക്കളെ. ശുക്രേശ്യ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ത്യാഗങ്ങൾ, അത് ഏറ്റവും സ്നേഹത്തോടെ നമ്മൾ ഈശോയെ പ്രതി ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ അനേകം ആത്മാക്കളെ കർത്താവ് രക്ഷയിലേക്ക് നയിക്കുകയാണ്. സാധിക്കുന്നവർ കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് മുട്ടുകുത്തി നമ്മുടെ കുടുംബങ്ങളിലും സമർപ്പിത ഭവനങ്ങളിലും നമ്മൾ ആയിരിക്കുന്നിടത്തൊക്കെ പറ്റുന്നവരെല്ലാം മുട്ടുകുത്തി ദിവ്യകാരുണ്യ ഈശോയെ നോക്കി കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് നമ്മൾ പരദൂഷകരും അപവാദികളും ഏഷണിക്കാരും ദുഷിപ്പ് പറയുന്നവരുമായ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാനും നിങ്ങളൊക്കെ ഈ ഗണത്തിൽ പെടും ദൈവമക്കളെ. നമ്മുടെ നാവ് പലപ്പോഴും പിശാചിന്റെ നാവായി മാറിയിട്ടുണ്ട്. പലപ്പോഴും നരകത്തിന്റെ തീ നമ്മുടെ നാവിൽ പിശാച്ച് കൊളുത്തിയിട്ടുണ്ട്. ഏഷണി പറയാൻ, ദുഷിപ്പ് പറയാൻ, നിന്ദാവചനങ്ങൾ പറയാൻ, ഇല്ലായ്മകൾ പറയാൻ പലപ്പോഴും നമ്മൾ സാത്താന്റെ കരങ്ങളിൽ ഉപകരണങ്ങളായിട്ടുണ്ട്. അനുദപിച്ച് പ്രാർത്ഥിക്കുക, കർത്താവേ കൃപ തരണമേ. ഇത് പൈശാചിക പീഡയാണ് ദൈവമക്കളെ. യേശു പറഞ്ഞു, പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ടല്ലാതെ ഈ തിന്മ വിട്ടുപോവുകയില്ല. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. പരദൂഷണത്തിന്റെ, അപവാദത്തിന്റെ പൈശാചിക പീഡയിൽ നിന്ന് അസംഖ്യം ആത്മാക്കള് വിടുതൽ പ്രാപിക്കാൻ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, സഭാ സമൂഹങ്ങളിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ സമാധാനം നിറയാൻ, കൃപ നിറയാൻ, അഭിഷേകം നിറയാൻ നമ്മൾ കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് നമ്മൾ അത്ഭുത ഡെലിവറൻസിനായി ആഗ്രഹിച്ചുകൊണ്ട്, കർത്താവിന്റെ കൃപയ്ക്കായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ പൈശാചിക പീഡ തകർക്കപ്പെടട്ടെ. ലോകം മുഴുവനിലേക്കും മാനസാന്തരത്തിന് കൃപ ഒഴുകപ്പെടട്ടെ. അനുതാപത്തിന് കൃപ ഒഴുകപ്പെടട്ടെ. അസംഖ്യം ആത്മാക്കളിൽ ഈ പൈശാചിക പീഡ വിട്ടൊഴിഞ്ഞു പോകട്ടെ. പരദൂഷണം എന്ന ഈ പൈശാചിക പീഡ, അപവാദം എന്ന പൈശാചിക പീഡ, ദുഷിപ്പിന്റെയും നിന്ദാവചനത്തിന്റെയും പൈശാചിക പീഡകൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപ പകരണമേ. കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ കൃപ പകരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ഈശോ. ആരും ശ്രദ്ധിക്കണ്ട, നിലവിളിച്ച് പ്രാർത്ഥിക്കുക. മടുപ്പ് മാറ്റുക, ക്ഷീണം മാറ്റുക, തളർച്ച മാറ്റുക ദൈവമക്കളെ. ഉണർവോടെ പ്രാർത്ഥിക്കുക, തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുക. ഈശോയെ, ഈശോയെ വിളിച്ചു വിളിച്ചു പ്രാർത്ഥിച്ച്, സ്നേഹത്തോടെ വിളിച്ച്, സ്നേഹത്തോടെ വിളിച്ച്, ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരദൂഷണത്തിന്റെ കെട്ടുകൾ പൊട്ടട്ടെ. ദുഷിപ്പിന്റെ കെട്ടുകൾ അണിയട്ടെ. അപവാദത്തിന്റെ കെട്ടുപാടിൽ അഴിഞ്ഞു മാറി പോകട്ടെ. ഈ ബന്ധനത്തിൽ പിശാച് കെട്ടിയിരിക്കുന്ന സകല ആത്മാക്കളും ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, 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 ഈശോയെ. സമർപ്പിക്കുന്നു, 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 സമർപ്പിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. മുട്ടുകുത്തി കരങ്ങൾ പൂർണ്ണമായും കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് എല്ലാ മാതാപിതാക്കളും, എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങളും, എൻ്റെ അനുജന്മാരും അനുജത്തിമാരും കുഞ്ഞുങ്ങളും സമർപ്പിതരും എല്ലാ വൈദികരും കരങ്ങൾ കുരിശാകൃതി വിരിച്ചു പിടിക്കാൻ സാധിക്കുന്നവരൊക്കെ നമ്മുടെ കരങ്ങൾ അല്പം കഴച്ചു പോയാലും ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക. നമ്മൾ ത്യാഗമെടുത്ത് ഇനി പ്രാർത്ഥിക്കണം. ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ ഇനി പ്രാർത്ഥനയ്ക്കും പരിത്യാഗത്തിനും മാത്രമേ സാധിക്കൂ. ഈശോയെ, 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 ഈശോയെ. കരങ്ങൾ കുരിശാകൃതി വിരിച്ചു പിടിച്ചെല്ലാവരും പരദൂഷകർ അപവാദികളുമായ എല്ലാ ആത്മാക്കളെയും കർത്താവിൻ്റെ അനന്ത കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, കർത്താവിൻ്റെ കുരിശിലെ ബലിയുടെ അനന്ത യോഗ്യതകളോട് ചേർത്ത് പ്രാർത്ഥിച്ച്, കർത്താവിൻ്റെ തിരുനാമത്തിന് അനന്ത ശക്തിയിൽ ചേർത്ത് പ്രാർത്ഥിച്ച്, കർത്താവിൻ്റെ വചനത്തിൻ്റെ അനന്തമായ ശക്തിയോട് ചേർത്ത് പ്രാർത്ഥിച്ച് ഈ പൈശാചികപ്പെട്ട് വിട്ടൊഴിഞ്ഞു പോകുവാൻ കരങ്ങൾ കുരിശാകൃതി വിരിച്ചു പിടിച്ച് അമ്മ മാതാവിന്റെ വിമല ഹൃദയം വഴി ഈ ആത്മാക്കളെ എല്ലാം കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിച്ച് നമ്മൾ ഒരുമിച്ച് ഈ വരികൾ പാടുകയാണ്. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. സ്നേഹം
ഈശോ 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 ചങ്കപൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കർത്താവേ കൃപ തരണം, മാനസാന്തരത്തിന്റെ കൃപ, അനുതാപത്തിന്റെ കൃപ, വിശുദ്ധിയുടെ കൃപ, സ്നേഹത്തിന്റെ കൃപ, എളിമയുടെ കൃപ, കൂട്ടായ്മയുടെ കൃപ കർത്താവേ തരണമേ, നൽകണമേ ഈശോയേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ ഈശോ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയുടെ കർത്താവേ സ്വീകരിക്കണമേ, സ്വീകരിക്കണമേ. പരദൂഷണത്തിന്റെ പൈശാചിക പീഡകള്, അപവാദത്തിന്റെ തിന്മയുടെ കെട്ടുകള് അഴിഞ്ഞു മാറി പോകട്ടെ. ഈശോയെ 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 സാധിക്കുന്നവർ ഈ നിമിഷം കരങ്ങളിൽ നിന്ന് പരസ്പരം കോർത്ത് പിടിച്ച കുടുംബങ്ങളിലായിരിക്കുന്നവർ, സമൂഹങ്ങളിലായിരിക്കുന്നവർ, പറ്റുന്നവരൊക്കെ കരങ്ങൾ കോർത്ത് പിടിച്ച ദൈവമക്കളെ, കർത്താവായ യേശുവിൻ്റെ പാപപരിഹാര ബലിയുടെ അനന്ത യോഗ്യതകളോട് ചേർത്ത്, അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമേറിയ മധ്യസ്ഥതയോട് ചേർത്ത്, തിരുസഭയിൽ സകല വിശുദ്ധരുടെ സുഹൃത ഫലങ്ങളുടെ യോഗ്യതകളോട് ചേർത്ത് ലോകം മുഴുവനിലേക്കും അതിശക്തമായ അളവിൽ മാനസാന്തരത്തിന്റെ കൃപ ഒഴുകപ്പെടുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മാനസാന്തരത്തിന്റെ കൃപ ഒഴുകുവാൻ, അനുതാപത്തിന്റെ കൃപ ഒഴുകുവാൻ, പ്രാർത്ഥനയുടെ കൃപ ഒഴുകുവാൻ, കോടിക്കണക്കിന് ആത്മാക്കളുടെ മേലുള്ള പിശാചിന്റെ പിടികൾ പൊട്ടാൻ, നരകത്തിന്റെ കെട്ടുകൾ അഴിയാൻ, വിശ്വാസ ത്യാഗത്തിന്റെ കെട്ടുപൊട്ടാൻ, പരദൂഷണത്തിന്റെ കെട്ടുപൊട്ടാൻ, മാരക പാപത്തിന്റെ കെട്ടുകൾ പൊട്ടാൻ, അഹങ്കാരത്തിന്റെ കെട്ടുകൾ പൊട്ടാൻ, മാനസാന്തരങ്ങളും ഒഴുകുവാൻ കരങ്ങൾ കോർത്തു പിടിച്ച്, ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ സ്വരമുയർത്തി ചങ്കുപൊട്ടി വിളിക്കുന്നു, യേശുവേ ഈശോയേ കൃപ ഒഴുക്കണമേ, കൃപ ഒഴുക്കണമേ. മാനസാന്തരത്തിന്റെ കൃപ ലോകം മുഴുവനിലേക്കും, രാജ്യങ്ങളിലേക്ക്, ഭരണകൂടങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സഭ മുഴുവനിലേക്കും മാനസാന്തര കൃപ ഒഴുക്കണമേ. പൈശാചിക പിടികൾ പൊട്ടട്ടെ. ഈശോ 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 നരകത്തിന്റെ അടിസ്ഥാനങ്ങൾ തകരട്ടെ, സാത്താൻ കോട്ടകൾ തകരട്ടെ. ഈശോയെ 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 സ്തുതിച്ചു പ്രാർത്ഥിച്ചോ. ആരും ശ്രദ്ധിക്കണ്ട. കണ്ണുനീരോട് നിലവിളിച്ച് കരങ്ങൾ കോർത്തു പിടിച്ച് ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. അനുതാപത്തിന്റെ കൃപ, മാനസാന്തരത്തിന്റെ കൃപ, പരിത്യാഗത്തിന്റെ കൃപ, സകല ശക്തിയുടെ കൃപ, പ്രാർത്ഥനയുടെ കൃപ ജനകോടികളിലേക്ക് ഒഴുകപ്പെടട്ടെ, ഒഴുകപ്പെടട്ടെ. യേശുവേ 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 ഈശോയേ ഈശോയേ ആമേൻ. ഇത് അനേകർക്ക് കൃപ ഒഴുകുന്നുണ്ട്. പൈശാചിക കെട്ടുകൾ പൊട്ടുന്നു, നാരിക കുരുക്കൾ അഴിയുന്നു, അനേകം ആത്മാക്കൾ വിടുതൽ പ്രാപിക്കുന്നു. യേശുവേ 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 യേശുവേ. ഇതാ പല കുടുംബങ്ങളിലേക്കും കർത്താവിന്റെ തീ ഇറങ്ങുന്നു, കൂട്ടായ്മകൾ തീ പടരുന്നു, തീ തീ തീ. ഈശോ 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 സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കലഹത്തിന്റെ, വെറുപ്പിന്റെ, ശത്രുതയുടെ, അലസതയുടെ, മടിയുടെ എല്ലാ പൈശാചിക കെട്ടുകളും കർത്താവിന്റെ തീയിൽ കരിഞ്ഞു പോകട്ടെ. യേശുവേ 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 സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കൃപൊഴുകട്ടെ 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 കൃപൊഴുകട്ടെ. കരങ്ങൾ അല്പം ഒന്ന് തുറന്നു പിടിച്ച് എല്ലാവരും ദിവ്യകാരുണ്യ ഈശോയെ നോക്കി. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മരിയ ഫൗസ്റ്റീനയുടെ കർത്താവ് പറഞ്ഞതുപോലെ നമ്മിലൂടെ രക്ഷപ്രാപിക്കേണ്ട ആത്മാക്കളുടെ എണ്ണം നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ, അത് കർത്താവിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് ഞാനും നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ അവസാന ശ്വാസം വരെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, അനേകരുടെ മാനസാന്തരത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പരിത്യാഗങ്ങൾ ചെയ്ത് കർത്താവിൻ്റെ മുൻപിൽ സ്നേഹത്തോടെ അത് കാഴ്ചവെക്കണം. ഇത് ഈ 40 ദിവസം കൊണ്ടോ 50 ദിവസം കൊണ്ടോ തീരാനുള്ളതല്ല. നമ്മുടെ ജീവിതത്തിന് അവസാനം വരെ ഈ ശുശ്രൂഷ തുടരണം ദൈവമക്കളെ. അങ്ങനെ അനേകം അസംഖ്യം ആത്മാക്കൾ നമ്മൾ കർത്താവിന് വേണ്ടി നേടിക്കൊടുക്കുന്ന സ്വർഗത്തിൻ്റെ തീ പിടിച്ച
തീ പിടിച്ച ആത്മാക്കളാകണം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. അതുകൊണ്ട് തുറന്നുള്ള ദിവസങ്ങളിലും അനേകർ പങ്കെടുക്കണം. ഒരു ദിവസം കൃപയുടെ ശുശ്രൂഷ ഈശോ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇനിയും ഇത് അറിയാത്ത ഒത്തിരിയേറെ മക്കളുണ്ട്. അവരെല്ലാം നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. അനേകരുടെ ശുശ്രൂഷ പറയണം. ഒരുപാട് മക്കൾ ത്യാഗമെടുത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയ്ക്കെതിരെയുള്ള പിശാചിൻ്റെ ആക്രമണങ്ങൾ, നരകത്തിൻ്റെ കോലാഹലങ്ങളൊക്കെ കർത്താവിൻ്റെ കരബലത്താൽ തകർക്കപ്പെടുവാൻ എൻ്റെ സഹോദരി സഹോദരങ്ങൾ പ്രാർത്ഥന യാചിക്കുകയാണ്. അപ്പോൾ അനേകരോട് നിങ്ങൾ പറയുക. ഒപ്പം നിങ്ങൾ ഷെക്കേന ഈ മിഷന് വേണ്ടി, ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് ഇതൊരു ന്യൂസ് ചാനലാണ്, ഒരു വാർത്താ ചാനലാണ്. കർത്താവ് ഈ കാലഘട്ടത്തിൻ്റെ ഒരുക്കിയ ചാനലാണ് ദൈവമക്കളെ. വാർത്തകളിലൂടെയും ലൈവ് പ്രോഗ്രാമുകളിലൂടെയും വാർത്ത അധിഷ്ഠിത പ്രോഗ്രാമുകളിലൂടെയും ആത്മരക്ഷയ്ക്ക് ഉതകുന്ന ആത്മീയ ശുശ്രൂഷകളിലൂടെയും ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിനെ പരിശുദ്ധാത്മാവ് ഒരുക്കിയ വലിയ പദ്ധതിയാണ് ഈ മാധ്യമ ശുശ്രൂഷ. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതിനെ നടത്തിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഷെക്കേനെ സ്നേഹിക്കുന്ന ഉപകാരികൾ, സാമ്പത്തികമായി സഹായിക്കുന്നവരെ, അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ തലമുറകൾ, അതുപോലെ മറ്റു പല വിധത്തിൽ ഈ ശുശ്രൂഷ സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മളവരെല്ലാം ഓർക്കുക. കർത്താവ് ഈ ആലയത്തിൽ കൂട്ടിച്ചേർത്ത് തന്നിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾ, അവർക്കെല്ലാം വേണ്ടി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന പോലെ തിരുസഭയ്ക്ക്, ലോകത്തിനും ഈ മാധ്യമ ശുശ്രൂഷ അനുഗ്രഹമായി മാറാൻ ഇതിൻ്റെ ആവശ്യങ്ങളെല്ലാം ദൈവം നിയോഗിച്ചിരിക്കുന്ന വ്യക്തികളിലൂടെ കൂട്ടിച്ചേർക്കപ്പെടാനായിട്ട് ഒരു നിമിഷം വലതുകരം ഉയർത്തി കർത്താവിൻ്റെ മുൻപിൽ ഈ ഷെക്കേന മാധ്യമ ശുശ്രൂഷയെ അനുഗ്രഹിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ അനുഗ്രഹിക്കുന്നു. കർത്താവ് ഇതിന് ഉപകാരികൾ അനുഗ്രഹിക്കുന്നു. സഹകരിക്കുന്നവർ അനുഗ്രഹിക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്നവർ അനുഗ്രഹിക്കുന്നു. സൗജന്യമായി കേബിളുകളിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന എല്ലാ കേബിൾ അധികാരികളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ അവരെല്ലാം അനുഗ്രഹിക്കുന്ന കർത്താവെ, സപ്പോർട്ട് ചെയ്ത് എല്ലാവരും അനുഗ്രഹിക്കുന്ന കർത്താവെ, ശുശ്രൂഷകരെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഈശോയെ നന്ദി. ഇനി എത്രയും പെട്ടെന്ന് ഇത് DTH പ്ലാറ്റ്ഫോമുകളിലേക്ക് വരണം. ഇപ്പോഴും ഷെക്കേന ഈ ന്യൂസ് ചാനൽ DTH പ്ലാറ്റ്ഫോമുകളിൽ എത്തിയിട്ടില്ല മക്കളെ. നിങ്ങൾ അതിനു വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണം. ആ പീഡ വിട്ടുപോയി. എല്ലാ DTHകളിലും ഷെക്കേന എത്രയും പെട്ടെന്ന് എത്താനായിട്ട്, അങ്ങനെ ഇതിൻ്റെ വിസിബിലിറ്റി വർദ്ധിക്കുവാനായിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. നിങ്ങൾ ഡിമാൻഡ് ചെയ്യണം. നിങ്ങൾ DTHകാരോട് ഷെക്കേന വേണമെന്ന് ഡിമാൻഡ് ചെയ്യുക. നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ തിരുമുമ്പിൽ കരങ്ങൾ ഉയർത്തി ഈ തുറന്നു വരുന്ന എല്ലാ ദിനങ്ങളും ശുശ്രൂഷകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമുക്ക് ഫാത്തിമയിൽ മാലാഖ പഠിപ്പിച്ച മാപപേക്ഷ പ്രാർത്ഥന സാധിക്കുന്നവരെല്ലാം ദിവസത്തിൽ പല പ്രാവശ്യവും ഇത് ചൊല്ലി ചൊല്ലി ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾക്ക് കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് ശിരസ് നമിച്ച് ദിവ്യാനുസരണത്തിൽ പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ഞാൻ അങ്ങിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങേ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങേ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വര ആശീർവാദത്തിനായി ഒരുങ്ങി നമുക്ക് നന്ദി പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കാം. തുറന്നുള്ള എല്ലാ ദിനങ്ങളിലും പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടാവട്ടെ, കൃപയുടെ അഭിഷേകം ഉണ്ടാവട്ടെ. ഈശോയെ നന്ദി. പരിശുദ്ധ ശരീരത്താലും ഈശോ വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ഈശോയെ, ഈശോയെ കർത്താവ് അനുഗ്രഹിക്കുന്ന സമയം എല്ലാം മറന്ന് സ്നേഹത്തോടെ നന്ദിയോടെ ഈശോയെ വിളിക്കുന്നു. ഈശോയെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കൃപ ചൊരിയണമേ, കൃപ വർഷിക്കണമേ, അഭിഷേകം നൽകണമേ. എല്ലാ നന്മകൾക്ക് കർത്താവേ, നിങ്ങളുടെ വിശ്വസ്തതയ്ക്കായി, നിങ്ങളുടെ സ്നേഹത്തിനായി, നന്മയ്ക്കായി നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി.
ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം.